ഒരു നല്ല പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് അനുവദിച്ചു തന്നല്ലോ. കഴിഞ്ഞ രാത്രിയിൽ അനേകർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോഴും ഹല്ലേലൂയ ദൈവവചനത്തിന്റെ ചുറ്റാകെ ഇരിക്കുവാൻ കർത്താവ് നമ്മെ അനുവദിച്ചല്ലോ. നമ്മുടെ യോഗ്യത കൊണ്ടല്ല, ഹല്ലേലൂയ അവന്റെ മഹാകരുണയാണ്. ഇന്ന് പകലും ആ കരുണയെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. കർത്താവിന്റെ അഭിഷക്ത ദാസി ഹല്ലേലൂയ ബീന സിസ്റ്റർ എന്നെ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ചു. ഒരു മിനി സിസ്റ്റർ ഉണ്ട്, ഹല്ലേലൂയ സിസ്റ്ററാണ് എന്നെ പരിചയപ്പെടുത്തി കൊടുത്തത്. കൂടുതലായി ഒന്നും അറിയില്ല എങ്കിലും ഹല്ലേലൂയ ഈ കാലഘട്ടത്തില് ഏറ്റവും കൂടുതൽ ദൈവവചനം സൂമിലൂടെ അനേകരിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. ഒത്തിരി സൂം ഹല്ലേലൂയ മീറ്റിങ്ങുകൾ കോവിഡിന്റെ കാലം മുതൽ നടന്നു വരുന്നു. എന്നാൽ അതിൽ പലതും നിന്നു പോയപ്പോഴും ഇത് ദൈവം ഇത്രത്തോളം നടത്തിക്കൊണ്ട് വന്നു. ഇത് തുടർന്നും നടക്കട്ടെ. ഹല്ലേലൂയ. ഇതിന്റെ വിശാലത സംഭവിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. എന്നെ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഒപ്പം തന്നെ സിസ്റ്ററോടുമുള്ള നന്ദി പറയുന്നു. എല്ലാ ഹല്ലേലൂയ ദൈവ മക്കൾക്കും ക്രിസ്തയേശുവിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ ഹല്ലേലൂയ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് ഹല്ലേലൂയ ജെസി. ഹല്ലേലൂയ ഞങ്ങള് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള പരിചയമാണ്. എന്നാൽ ഇതുപോലെ ഒരു മീറ്റിങ്ങിന് സൂമിൽ കയറുമ്പോഴാണ് വർഷങ്ങൾക്ക് ശേഷം 10-25 വർഷത്തിന് ശേഷം ഞങ്ങൾക്ക് തമ്മിൽ വീണ്ടും കോണ്ടാക്ട് ഉണ്ടാകാൻ ഇടയായത്. ഇന്ന് ഹല്ലേലൂയ തൻ്റെ മകളും ഇതിനകത്തുണ്ടല്ലോ. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നമുക്ക് അല്പസമയ ചിന്തയ്ക്കായി ആമോസിന്റെ പുസ്തകം 8-ാം അധ്യായം 11-ാം വാക്യം. നമ്മളെപ്പോഴും പ്രാർത്ഥനയിലൊക്കെ പറയുന്നൊരു വചനമാണത്. ആമോസിന്റെ പുസ്തകം 8:11. അവിടെ ഇങ്ങനെ വായിക്കുന്നു: അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ വരുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഹല്ലേലൂയ. ഈ വചനം ആമോസ് എന്ന് പറയുന്നത് ഒരു പ്രവാചകനായിരുന്നില്ല. അദ്ദേഹം ഒരു ഇടയനായിരുന്നു. അദ്ദേഹം നമുക്ക് അതിനകത്ത് വായിക്കുന്നുണ്ട്. ആമോസിന്റെ പുസ്തകം വായിക്കുമ്പോൾ അറിയാം അദ്ദേഹം ഒരു കർഷകനായിരുന്നു. എന്നാൽ ദൈവിക വിളി ഉണ്ടാകുകയാണ് ഈ ദേശത്തിനു വേണ്ടി പ്രവചിക്കുവാൻ. താൻ യഹൂദ അല്ലെങ്കിൽ തെക്കേ ദേശത്ത് താമസിക്കുന്നവനാണെങ്കിലും തൻ്റെ ഭവനം അവിടെയാണെങ്കിലും താൻ പ്രവചിച്ചത് വടക്കേ രാജ്യത്തോട് അല്ലെങ്കിൽ ഇസ്രായേലിനോടാണ് പ്രവചിച്ചത്. അദ്ദേഹം പറയുകയാണ് ഹല്ലേലൂയ, സാധാരണ ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഈ ജനത്തോട് പറയുകയാണ് ഹല്ലേലൂയ ഒരു സീസൺ വെളിപ്പെടാൻ പോവുകയാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ഈ അപ്പത്തിന് ആയിട്ടുള്ള വിശപ്പുമല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല, പിന്നെയോ യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ. എന്ന് വെച്ചാൽ ഇപ്പോഴവർക്ക് വിശപ്പുണ്ടാകത്തില്ല. അതാണ് അവിടെ കാണിക്കുന്നത്. ഒരു സീസൺ വെളിപ്പെടാൻ പോവാ. അതിന് ഹല്ലേലൂയ വലിയ ആഗ്രഹം, ദൈവവചനം കേൾക്കേണ്ടതിന് ഒരു വലിയ ആഗ്രഹത്തെ ജനത്തിൽ വരുമാറ് എന്ന് പറയുമ്പോൾ ഞാൻ അല്പകാലത്തേക്ക് എൻ്റെ ശബ്ദം ഒന്ന് നിർത്തിവെക്കുകയാണ്. നിങ്ങൾക്ക് എത്ര സംസാരിച്ചിട്ടും എൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയാതെ ഇരിക്കുമ്പോൾ ഞാൻ യഹോവയായ ദൈവം പറയും, ഞാൻ അല്പകാലത്തേക്കൊന്ന് മൗനമായിരിക്കുക. നിങ്ങളിൽ ഒരാഗ്രഹം ജനിക്കും, എൻ്റെ വചനത്തിനായിട്ട് ഒരു വലിയ ദാഹം നിങ്ങളിൽ ഉണ്ടാകും. അങ്ങനെ ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. 1 ശമൂവേൽ 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്: ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെ ഇല്ലായിരുന്നു. ആ വചനത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് നമുക്കറിയാം. ഹന്നയ്ക്ക് തലമുറയില്ല. ഹന്ന പ്രാർത്ഥിച്ച ഒരു കുഞ്ഞിനെ വേണമെന്ന്. ദൈവം അവക്കൊരു കുഞ്ഞിനെ കൊടുത്തു. ആ കുഞ്ഞിനെ കൊണ്ട് ഹല്ലേലൂയ ആലയത്തിന് കൊടുത്തു. ആലയത്തിലെ ശമൂവേൽ ബാലൻ വളർന്നു വരികയാണ്. അന്നത്തെ ഹല്ലേലൂയ ന്യായാധിപന്മാരുടെ ഭരണകാലമാണ്. ആ സമയത്ത് ഏലി പുരോഹിതനാണ് ആ സഭ ഹല്ലേലൂയ ആ ആലയത്തിലെ പുരോഹിതൻ എന്ന് പറയുന്നത്. തൻ്റെ മക്കളും ശുശ്രൂഷയിലാണ്. ഹല്ലേലൂയ. എന്നാൽ ഈ ഏലിയുടെ കണ്ണു മങ്ങിയിരിക്കുന്ന കാലം, അതുപോലെ തന്നെ ധാർമ്മികതയില്ലാതെയും വിശ്വാസമില്ലാതെ നടക്കുന്ന ഏലിയുടെ മക്കൾ ഹല്ലേലൂയ ആ ദൈവസന്നിധി കൊടുക്കേണ്ട യാതൊരു ഇതും കൊടുക്കാതെ, ബഹുമാനവും കൊടുക്കാതെ ദൈവഭക്തി അലക്ഷ്യമാക്കി ജീവിക്കുന്ന ഏലിയുടെ തലമുറ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഒരു ശമൂവേൽ ആ ആലയത്തിൽ വളരുകയാണ്.
അവിടെ എന്തായിരുന്നു കുറവുണ്ടായിരുന്നത്? ദൈവത്തിന്റെ ശബ്ദത്തിന്റെ കുറവുണ്ട്. അപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാലഘട്ടങ്ങളിൽ ദൈവ ശബ്ദത്തിന് ഹല്ലേലൂയ ഒരു നിശ്ചലമായ അനുഭവമുണ്ട്. നമുക്കറിയാം, ഈ പുസ്തകമൊക്കെ കഴിയുമ്പോൾ മലാഖിക്കും മത്തായിക്കും ഇടയ്ക്ക് ഒരു 400 വർഷക്കാലം ഇരുണ്ട കാലഘട്ടം, ഇല്ലെങ്കിൽ ദൈവശബ്ദം ഇല്ലാത്തൊരു കാലഘട്ടം എന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. നമുക്കതറിയാം. അപ്പൊ ഇങ്ങനെയുള്ള സീസൺ ഉണ്ട്. ഇതുപോലെ തന്നെ ഹല്ലേലൂയ പുതിയ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ ജീവിതത്തിൽ നാം ഒരുപാട് വചനം കേൾക്കുന്നു എങ്കിലും ഈ വചനം കേട്ട് കേട്ട് നമ്മൾ അങ്ങോട്ട് ഇരിക്കുന്നത് കൊണ്ട് ശരിയായ വണ്ണം ഈ വചനത്തോടുള്ള ദാഹം ദൈവജനത്തിന് കുറഞ്ഞു പോവാം. ഹല്ലേലൂയ. ഞങ്ങളെ ഈ കഴിഞ്ഞ 25 ഞങ്ങളൊരു 11 സ്റ്റേറ്റുകളിൽ മിഷൻ ട്രിപ്പ് പോയി. അതിൽ ചില സഭകളിൽ മലയാളി പാസ്റ്റർമാർ നടത്തുന്ന ചില സഭകളിൽ ചെല്ലുമ്പോൾ അവർ ഞങ്ങളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്, വചനം ഒന്നും അധികം പറയണ്ട. ഹല്ലേലൂയ. ഈ ജനത്തിന് ഡെലിവറൻസ് ആണ് ആവശ്യം. ഇപ്പൊ എനിക്കാണ് അറിയാവുന്നത് വചനമാണ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, വചനമില്ലാതെ എങ്ങനെയാ വിടുതൽ നടക്കുക? അല്ല, ഇവരുടെ ഭൂതം പോണം, ഇവർക്ക് രോഗശാന്തി കിട്ടണം, ഹല്ലേലൂയ, ഇവർക്ക് അധികം വചനം വേണ്ട. ഇങ്ങനെ പറഞ്ഞെങ്കിലും ഈ പറഞ്ഞിടത്തൊക്കെ ഹല്ലേലൂയ ഞങ്ങൾ വചനം പ്രസംഗിച്ചു. ഈ വചനം പ്രസംഗിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ചില സഭകളിൽ ചെല്ലുമ്പോൾ വചനം വേണ്ടെന്ന് പറയാം. നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. പ്രസംഗിച്ചിട്ട് ഞാൻ പോകും, ഹല്ലേലൂയ, ഈ മീറ്റിംഗ് നടത്തുന്ന ബീന സിസ്റ്ററും പോകും, നിങ്ങളൊക്കെ നിങ്ങളുടെ ഭവനത്തിലേക്ക് തിരിച്ചു പോകും. പക്ഷെ ഈ പ്രസംഗിക്കപ്പെടുന്ന വചനം എങ്ങും പോത്തില്ല. ഏത് വിഷയത്തിനാണോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ വചനം വന്നത്, നിങ്ങൾ എന്ത് ആഗ്രഹത്തോടാണോ ഈ പകൽക്കാലം വചനത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നത്, കർത്താവ് പറയുകയാണ്, എന്റെ വചനം എന്റെ ജനത്തിന് വേണ്ടി പുറപ്പെട്ടെങ്കിൽ എന്റെ ജനത്തിന് അത് വിടുതൽ കൊടുക്കാതെ ആ വചനം മടങ്ങി വരത്തില്ല. അതാണ് വചനത്തിന്റെ പ്രത്യേകത. ഹല്ലേലൂയ. ഇവിടെ ചെന്ന് നിന്ന് യേശു നിന്നെ സൗഖ്യമാക്കും എന്ന് 10 പ്രാവശ്യം പറയുകയല്ല, അതിന് തക്ക വചനമെടുത്ത് ഹല്ലേലൂയ അവരെ ഉറപ്പിക്കുമ്പോഴാണ് വചനം ക്രിയ ചെയ്യുന്നത്. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഒത്തിരി ആളുകൾ വചനത്തിനോടുള്ള ദാഹം കുറഞ്ഞു വരികയാണ്. ആമോസിന്റെ കാലത്തും അങ്ങനെ ഒരു ജനം, ഹല്ലേലൂയ, അവർക്ക് ഭൗതിക നന്മകളൊക്കെ ഒരുപാടുള്ളവരായിരുന്നു. പക്ഷെ അഴിമതിയും അക്രമങ്ങളും അനീതികളും ഒക്കെ വർദ്ധിച്ചു വന്നൊരു സമയം ഈ ജനത്തിന് ദൈവശബ്ദത്തോട് വലിയ താല്പര്യമില്ലാതെ നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ പറയുകയാണ്, നിങ്ങൾക്ക് കൊതി വരുന്നൊരു സമയമുണ്ട്. നമുക്കറിയാം, കോവിഡിന്റെ സമയം വന്നപ്പോ ഹല്ലേലൂയ ഒരിക്കലും എന്താ പറയാ, മാസത്തിൽ കത്രുമേശയ്ക്ക് മാത്രം പള്ളിയിൽ പോകുന്നവർ പോലും അവരോട് 10 മിനിറ്റ് സംസാരിക്കുമ്പോ അല്ലെങ്കിൽ 1 മിനിറ്റ് സംസാരിക്കുമ്പോ അവർ പറയും, എത്ര നാളായി സഭയിലൊന്ന് പോയിട്ട്. അപ്പൊ നമുക്ക് തോന്നും, ആരാധന പണ്ട് എല്ലാ ഇതിലും ഫ്രീ ആയിട്ട് നടന്നുകൊണ്ടിരുന്ന സമയം സുഖമായിട്ട് പൊക്കോണ്ടിരുന്നപ്പോ വല്ലപ്പോഴും ചർച്ച വരുന്നവർക്ക് എന്താ സങ്കടം? ആരാധനയ്ക്ക് പോയിട്ട് എത്ര നാളായെന്ന്. ഈ സൂമിലൊക്കെ മീറ്റിംഗ് വന്നു കഴിഞ്ഞപ്പോ ഹല്ലേലൂയ വീണ്ടും ആരാധന തുടങ്ങിയപ്പോ ഇതാണ് സുഖമെന്ന് പറഞ്ഞിരിക്കുന്നവരുമുണ്ട്. അല്ല, ഹല്ലേലൂയ ഹല്ലേലൂയ. വചനം എവിടെ കേട്ടാലും അത് പിടിച്ചെടുക്കണം. കാരണം ഈ വചനത്തിനൊരു പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഈ വചനം ഇപ്പൊ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന 27ാമത്തെ പ്രാവശ്യം. ഹല്ലേലൂയ. പക്ഷെ 27 പ്രാവശ്യം വായിച്ചിട്ടും കാണാത്ത കാര്യങ്ങൾ ഇപ്പൊ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അപ്പൊ ഈ വചനത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് വചനം വായിച്ചത് കൊണ്ടോ വചനം ധ്യാനിച്ചത് കൊണ്ടോ വചനം വിശ്വസിച്ചത് കൊണ്ടോ കുഴപ്പമില്ല. പക്ഷെ അതല്ല റിസൾട്ട് കൊണ്ടുവരുന്നത്. നിങ്ങൾ ഏത് വിഷയത്തെ ഫേസ് ചെയ്യുന്നോ ആ വിഷയത്തിനൊരു വചനം ഇതിനകത്ത് കാണുമ്പോൾ നിങ്ങൾ ആ വചനം എടുത്ത് നിങ്ങളുടെ ആ വിഷയത്തിലേക്ക് അയക്കണം. ഇപ്പൊ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരാള് ഈ വേദപുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് കാണുകയാണ്, നമ്മുടെ യേശു സമ്പന്നനായിരുന്നു, പക്ഷെ അവൻ ദാരിദ്ര്യത്തിൽ പിറന്നു. എന്തിന്? എന്നെ നിങ്ങളെ സമ്പന്നരാക്കാൻ. ഈ വചനം കാണുമ്പോൾ ഇത് വായിച്ചു വെറുതെ പോകരുത്. സ്വാഭാവിക മുഖം കാണുന്നവനെ പോലെ കണ്ടു പോകരുത്. ഇതെടുത്തിട്ട് നാം അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയിൽ, ജോലിയില്ലാത്ത അനുഭവത്തില്, ഹല്ലേലൂയ, ഏതാണോ നിങ്ങളെ അവിടേക്ക് ഈ വചനം അങ്ങോട്ട് അയക്കുക. ഇത് സംഭവിക്കട്ടെ. ഈ വചനം സത്യമെങ്കിൽ അപ്പായേ എന്റെ ജീവിതത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധികൾ, കടഭാരങ്ങൾ, ഞെരുക്കങ്ങൾ അങ്ങനെ ഈ വചനത്താൽ അഴിയണമേ എന്ന് ഒരു വേർഡ് അവിടെ പറയുമ്പോൾ ആ വിഷയം അഴിയുക. ഇനി ഹല്ലേലൂയ മറ്റൊരു വചനം പറയുന്നു, അവന്റെ അടിപ്പിണരാൽ സൗഖ്യമുണ്ട്. ഹല്ലേലൂയ. ക്രൂശില് അവൻ ഏറ്റ അടി,
അവനേറ്റ മുറിവ്, ഹല്ലേലൂയ, അവന്റെ ശരീരത്തിൽ വന്ന മുറിവ്, അതിലൂടെ ഒഴുകിയ രക്തം വഴി നമുക്ക് സൗഖ്യമുണ്ട് എന്ന് വചനം പറയുന്നെങ്കിൽ രോഗം ചുമന്നോട് നടക്കുകയല്ല. ആ രോഗത്തെ നോക്കിയിട്ട് പറയണം, ഓ വചനം ഇങ്ങനെ പറയുന്നില്ലേ, അങ്ങയിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. അങ്ങിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഈ ശക്തി ആ രോഗാത്മാവിനെ എടുത്തു കളയും. എനിക്ക് സൗഖ്യമുണ്ട്. നമ്മൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. എഴുതപ്പെട്ട വചനത്തെ അയക്കപ്പെട്ട വചനമായി മാറുമ്പോഴാണ് അവിടെ ശക്തി വ്യാപരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവ് പറയാ, വചനത്തിനായിട്ട് ഒരു ആഗ്രഹം വരണം. ശലോം, ഹല്ലേലൂയ. ഈ ശൗമേലിന്റെ കാലത്ത് അങ്ങനെ ഒരു ഞെരുക്കം ഉണ്ടായിരുന്നപ്പോൾ ഈ മനുഷ്യനെ ദൈവം അങ്ങോട്ട് എഴുന്നേൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. എന്തിനാ? ആ പഞ്ഞം തീർക്കാൻ. ദൈവത്തിന്റെ വചനമില്ലെന്ന് പറഞ്ഞാൽ ദൈവ ശബ്ദമില്ല. പ്രവാചകന്മാരൊക്കെ പഞ്ഞമാ, അവിടെ ഇല്ല. ഹല്ലേലൂയ. ആരോടും ദൈവം ഇടപെടുന്നില്ല. അവിടെയാണ് ദാൻ മുതൽ ബർഷേബ വരെ വിശ്വസ്ത പ്രവാചകനെ ദൈവം കൊടുക്കുന്നത്. ഏത് കാലഘട്ടത്തിലും ദൈവം ആഗ്രഹിക്കുകയാണ്, എന്റെ ശബ്ദം കേൾക്കുന്ന ഒരു കൂട്ടം വേണം. നമ്മളിവിടെ പ്രസംഗം കേൾക്കുന്നതിലല്ല, ഈ വചനം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു. വചനം ഇങ്ങനെ പറയുന്നില്ലേ, നിങ്ങൾ വചനം കേൾക്കുന്ന ആത്മവഞ്ചകരാകാതെ നിങ്ങൾ അത് അനുസരിക്കുന്നവരാക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകല് ഈ വിശ്വാസം നിങ്ങളിൽ വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എത്ര നാളായി പല വിഷയങ്ങളുമായിട്ട് ഇങ്ങനെ പോകുന്നു, എത്ര വർഷമായി. ഓ റിബാലകരസ്തരാധരകലേ, റിബാലവരം ധരാധരകല, റിബോ ശിഖാലകരസ്തരാധരക, റിബാലികാസികാസരെ. 20 വർഷം പഴക്കമായതാണെങ്കിലും, ഹല്ലേലൂയ, 8 വർഷത്തെ പഴക്കമുണ്ടെങ്കിലും പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ലെന്ന് വിലപിക്കുകയല്ല. ഇന്ന് പകൽ കർത്താവ് പറയുക, ഞാൻ എന്റെ വചനം അയച്ച് നിങ്ങളെ വിട്ടുവയ്ക്കും. വിശ്വസിക്കുന്നോ? അങ്ങനെയെങ്കിൽ ഇന്ന് പൈശാചികൻ വെല്ലുവിളിച്ചു നിൽക്കുന്ന മേഖലകളെ അതിന് ദൈവിക അധികാരത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ജനം ഫ്രീ ആകട്ടെ. നിങ്ങളെ ഫോളോ ചെയ്യുന്ന, നിങ്ങളുടെ തലമുറകളെ വിടില്ലെന്ന് വാദിക്കുന്ന മേഖലകളെ അതിലെ കുടഞ്ഞുകളാ യേശുവിന്റെ നാമത്തിൽ അത് വിട്ടുപോ കൽപ്പിക്കേ. ഹല്ലേലൂയ. ദൈവിക വചനങ്ങളെ നമുക്ക് അധികാരത്തോടെ പറയാൻ ദൈവം നമുക്ക് അനുവാദം തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും അത് നമ്മുടെ പാർശ്വ ഉത്തരവാദിത്തമാണ്. ഹല്ലേലൂയ. സഭാ ശുശ്രൂഷകർ അല്ലെങ്കിൽ മറ്റ് പാസ്റ്റേഴ്സിനെ കൊണ്ട് പ്രാർത്ഥിച്ച് നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ അങ്ങനെ അങ്ങ് ചിന്തിച്ചു വെച്ചിരിക്കുക. ഹല്ലേലൂയ. ഈ വചനം അവർക്കൊരു അതോറിറ്റി ഉണ്ട്. നമ്മുടെ മേൽ, ആടിന്റെ മേൽ ഇടയനൊരു അതോറിറ്റി ഉണ്ട്. ഹല്ലേലൂയ. അത് വിശ്വസിക്കണം. ഞാൻ ഞങ്ങളുടെ പാസ്റ്റർക്ക് എന്ത് അസുഖം വന്നാലും ഞാൻ ഞങ്ങളുടെ പാസ്റ്ററോട് എന്ന് പറയുന്നതിന് മുമ്പ് എൻ്റെ അച്ഛനോട് പറയും. കാരണം എന്താണെന്നറിയാമോ? ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ശരീരത്തിന്റെ അവകാശം എൻ്റെ ഭർത്താവിനാണ്. ഈ വചനം ഇങ്ങനെ പറയുന്നു, എൻ്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കത്തില്ലെന്ന്. ഞാൻ ആ വചനം പറയും. എൻ്റെ അച്ഛൻ എന്ത് അസുഖം വന്നാലും ഞാൻ പാസ്റ്റർ അടുത്തോട്ടല്ല വിടുന്നത്, ഞാൻ പ്രാർത്ഥിക്കും. ഇന്ന് വരെയും കർത്താവ് സൗഖ്യം കൊടുത്തിട്ടുണ്ട് ഒരുപാട് വിഷയങ്ങൾക്ക്. ഞങ്ങൾ പെട്ടെന്ന് ക്ഷണത്തിൽ സൗഖ്യം കണ്ടിട്ടുണ്ട് ഒരുപാട് വിഷയങ്ങളിൽ. ഞങ്ങൾ തമ്മിൽ അങ്ങനെ വിശ്വസിക്കും. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രയാസം വന്നാൽ ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾക്ക് അതിനുള്ള അതോറിറ്റി ഉണ്ടെന്നാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് അങ്ങനെ അനുവാദം, നമ്മൾ ആ ഒരു ഹല്ലേലൂയ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന അധികാരങ്ങളെ നമ്മൾ ഉപയോഗിക്കും. നമ്മൾ ദൈവത്തെ നോക്കി കൽപ്പിക്കരുത്. ഹല്ലേലൂയ. നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നത്തെ നോക്കി കൽപ്പിക്കണം. വിട്ടുപോ എന്ന് പറഞ്ഞാൽ അവൻ പോകും. ഹല്ലേലൂയ. പണ്ട് ഞങ്ങളുടെ നാട്ടിലെ, എൻ്റെ ചെറുപ്പത്തില് അവിടെയൊക്കെ കോഴിയുണ്ട്. ചെങ്ങന്നൂരായിരുന്നു എൻ്റെ വീട്. കല്യാണം കഴിച്ചതാണ് എറണാകുളത്ത്. ഇപ്പൊ ഞാൻ ഓസ്ട്രേലിയയിൽ ഇരുന്നാ നിങ്ങളോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോ ഈ കോഴി, ഞാൻ ഈ ചെറുപ്പത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ കോഴി വരും പാത്രത്തിൽ കൊത്താനായിട്ട്. അപ്പൊ അമ്മ പറയടി, അവിടെ ഇരുന്ന് കഴിക്കുന്ന, വരാന്തയിൽ ഇരുന്ന് കഴിയുമ്പോൾ എടീ അവിടെ ഇരുന്ന് കഴിക്കുന്ന കൊള്ളാം, കോഴി വന്ന് കൊത്തിക്കൊണ്ട് പോകരുത്. അപ്പൊ അത് പറയുന്ന ഞാന് ചോറ് നിന്ന കൈ കൊണ്ട് കോഴി ഒരൊറ്റ ആട്ട പോഴി. അപ്പൊ ഇതെന്ത് ചെയ്യും? ചാടി ഒരൊറ്റ പോക്കാം. പിന്നെ ഞാൻ എന്താണ്ടൊക്കെ ആലോചിച്ചിരുന്ന് ചോറുണ്ണും. കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ അവനെ മുമ്പേ കോഴി എവിടം വരെ വന്നോ അതിൽ ഇച്ചിരൂടെ അടുത്ത് വന്ന് നിൽക്കുക. അന്നേരം ഞാൻ വീണ്ടും ഈ കോഴി കോഴി എന്ന് പറഞ്ഞ് ആട്ടും. അപ്പൊ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ സാധനം എൻ്റെ അടുക്ക വരും. അപ്പൊ ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ ചിന്തിച്ച എപ്പോഴാണെന്നറിയോ? വചനം ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോഴാണ്. ഇങ്ങനെ ഇരുന്നിട്ട് കർത്താവ് എന്നോട് പറയും, എടി ഇങ്ങനെയാണ് പലരും പിശാചിനെ ആട്ടുന്നത്. ചോറുണ്ടെന്ന കൈ കൊണ്ട് നീ കോഴി ആട്ടുമ്പോൾ നിന്റെ കയ്യിലിരുന്ന ആ ചോറിന്റെ ആ 1-2 പീസ് നമ്മുടെ കൈ കാണും. ഇത് നമ്മളിങ്ങനെ കുടയുമ്പോൾ കോഴി എന്ന് പറയുമ്പോൾ ഇത് തെറിച്ച് അവന്റെ മുമ്പിൽ ചെല്ലും, കോഴിയുടെ മുമ്പിൽ ചെല്ലും. ഇത് കൊത്തി തിന്നാൻ അത് പിന്നെയും വരും. കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ കോഴി വന്നു കഴിയുമ്പോൾ നമ്മൾ പിന്നെ ചോറുണ്ടെന്ന കൈ കൊണ്ടാണ്. ഇങ്ങനെ ആട്ടല്ല പിശാചിനെ,
ഇങ്ങനെ കാട്ടി അവൻ പോകത്തില്ല. അവന് കേറാൻ വഴി തുറന്നിട്ടിട്ട്, അവന് കേറാനുള്ള വഴി നമ്മുടെ ജീവിതത്തിൽ തുറന്നിട്ടിട്ട് പോ പിശാചേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകത്തില്ല. ഹല്ലേലൂയ. സകല മേഖലകളും, ഇവൻ വാദിക്കുന്ന സകല മേഖലകളും അടച്ചിട്ട് പറയണം, വിട്ടുപോ, അവൻ പോയിരിക്കും. ഹല്ലേലൂയ. അവനെ കുറിച്ച് നാം ഭയപ്പെടേണ്ട. നമ്മുടെ തലമുറകളെ ഒന്നും അവൻ ചെയ്യത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ ഭയമാണ്. ഹല്ലേലൂയ. ആമോസിന്റെ പുസ്തകത്തിലേക്ക് വരാം. അവിടെ പറയുകയാണ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, വചനത്തിനായിട്ടുള്ള വിശപ്പ്. 40 ദിവസം ഉപവസിച്ച് കഴിഞ്ഞ് ഹല്ലേലൂയ യേശുവിന് വിശന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹല്ലേലൂയ സാത്താൻ വരിക. ലൂക്കോസ് എഴുതിയിരിക്കുന്നത് 40 ദിവസവും പരീക്ഷകൻ പരീക്ഷിച്ചു. എന്നാൽ മത്തായി പറയുകയാണ്, യേശുവിന്റെ അടുക്കൽ വന്നിട്ട് ഹല്ലേലൂയ, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ല് അപ്പമാകാൻ പറ എന്ന് പറയുമ്പോൾ യേശു പറഞ്ഞു, ഹല്ലേലൂയ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ട് ജീവിക്കും. ഹല്ലേലൂയ. ഞാൻ ഉപവാസം എടുക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന വചനം ഇതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം എന്താ? നമ്മൾ ജീവിക്കുന്നത് ഈ കാണുന്ന ഈ ഭക്ഷണം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വചനം കൊണ്ട് ജീവിക്കും. ഇങ്ങനെ യേശു പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇവിടെ സാത്താനെ കർത്താവ് ജയിക്കുന്നത് ഈ വചനം ഉപയോഗിച്ചിട്ടാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാവുന്ന ഒരു കാഴ്ചയുണ്ട്. 5 അപ്പവും 2 മീനും കൊണ്ട് കർത്താവ് 5000 പേരെ പോഷിപ്പിക്കുക. ഈ 5000 പേരെ പോഷിപ്പിക്കുമ്പോ ഹല്ലേലൂയ, അവരെല്ലാം തിന്ന് തൃപ്തരായി പോയി. അടുത്ത ദിവസം ഈ ജനം യേശുവിനെ തപ്പി നടക്കുക. കർത്താവ് കഴിഞ്ഞ ദിവസം അപ്പം കൊടുത്ത സ്ഥലത്തുണ്ടോ എന്ന് പോയി നോക്കി, അവിടെ യേശുവില്ല, ശിഷ്യന്മാരും ഇല്ല. പിന്നെ ഈ ജനം പടകൊക്കെ കയറി കുറച്ചു ദൂരം ചെന്ന് കഴിഞ്ഞപ്പോ കഫർന്നഹൂമിലെത്തി. അവിടെ യേശു ഉണ്ട്. ഇവര് ചോദിച്ചു, നീ എപ്പോഴാ ഇവിടെ വന്നേ? ഞങ്ങൾ അവിടെ പ്രതീക്ഷിച്ചെന്ന്, ഇന്നലെ അപ്പം തന്നെടുത്ത്, നീ എപ്പോഴാ ഇവിടെ വന്നേ? അപ്പൊ യേശു അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഇന്നലെ അത്ഭുതം കണ്ടത് കൊണ്ടല്ല എന്റെ പിന്നാലെ വരുന്നത്, നിങ്ങൾ ഇന്നലെ അപ്പം തിന്ന് തൃപ്തരായത് കൊണ്ടാണ്. ഹല്ലേലൂയ. എന്റെ പൊന്നു സഹോദരി സഹോദരന്മാരെ, ഇങ്ങനെ അപ്പം തിന്ന് നടന്ന ആ ഒരു ആളുകൾ ആരും മാളിക മുറിയില് കണ്ടില്ല. 3.5 വർഷം യേശു ശുശ്രൂഷിച്ചിട്ട് 120 പേരാ മാളിക മുറിയിൽ കയറിയത്. ഈ കാലഘട്ടത്തിൽ എത്ര വചനം കേട്ടു എന്നതല്ല, നാം നമ്മെ തന്നെ ശുദ്ധീകരിച്ച് ആ വിശുദ്ധ പദവിക്കത്തവണ്ണം ജീവിച്ചില്ലെങ്കിൽ അപ്പായയുടെ വരവില് നാം എത്ര പേർ എടുക്കപ്പെടും? അതാണ് വിഷയം. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ പറഞ്ഞിരിക്കുന്ന സകലതും അവൻ നിവൃത്തിയാക്കും. നമ്മുടെ ജീവിതത്തിൽ ഉവ്വ് എന്ന് തന്നെയാ വചനം പറയുന്നു. തിരുവായി കൊണ്ട് അരുളി ചെയ്തത് തൃക്കൈ കൊണ്ട് നിവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. കർത്താവ് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അത് ചെയ്യും, അതിലൊരു മാറ്റമില്ല. നീ സുവിശേഷ വേലയെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ 70 വയസ്സായാലും അത് ചെയ്യിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം മോനെ, സ്തോത്രം. സാൻ അതാരാണ് അതിനകത്തിരിക്കുന്നേ? കർത്താവ് ഇടപെടുന്നു, പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. റീഗക്ഷരാധരകലക 4 കൂടിയ ജംഗ്ഷനിൽ വന്നു നിന്നിട്ട് ദിശ ഏതെന്നറിയത്തില്ലെന്ന് പറയുന്നത് പോലെ ഹല്ലേലൂയ, എങ്ങോട്ട് പോണം, ഏതാണ് വഴിയെന്ന് അന്വേഷിച്ച് നിൽക്കുകയാണ്. ഹല്ലേലൂയ. ജീവിതത്തില് ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി വേദനിച്ചു. ഹല്ലേലൂയ. സഹായിക്കാൻ ആരുമില്ല. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞു തരാൻ പോലും ആരുമില്ലെന്ന് തോന്നുമ്പോ സർവശക്തനായ ദൈവം പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ നിനക്ക് പുതിയ വാതിൽ തുറക്കും. ഹല്ലേലൂയ. നീ ചിന്തിക്കാത്ത, നിന്റെ കുടുംബത്തിലുള്ളവർ നിലയ്ക്കാത്ത പുതുവാതിൽ ഞാൻ ഹല്ലേലൂയ തുറക്കും. നീ ഇതിനു മുൻപേ പോകാത്ത അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുക, ഹല്ലേലൂയ, വലിയ തടസ്സങ്ങളുണ്ട് ജീവിതത്തിൽ, ഒരുപാട് തടസ്സങ്ങളുണ്ട്. നിന്റെ ഈ പ്രായത്തിൽ കുഞ്ഞെ നീ ഫേസ് ചെയ്ത വിഷയങ്ങൾ വലുതായിരുന്നു. കർത്താവ് പറയുക, നിന്റെ അനുഭവങ്ങൾ നാളെ നിന്റെ പ്രസംഗ വിഷയമാ. നിന്റെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും നാളെ നിന്റെ സാക്ഷ്യമായി വെളിപ്പെടും. യേശുവിന്റെ നാമത്തില് ഭാവിയെ ബന്ധിക്കുന്ന, ഭാവിക്ക് തടസ്സമായി നിൽക്കുന്ന സകല പോരുകളെയും ഞാൻ ദൈവിക അധികാരത്താൽ അഴിച്ചു പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവിക അധികാരത്തിൽ പറയുമ്പോൾ വിശ്വസിക്ക്, നിന്റെ ജീവിതത്തിന്റെ തടസ്സങ്ങൾ ഹല്ലേലൂയ മാറുകയാണ്. ഞാൻ കാണുന്നു
ദൈവാത്മാവ് ഇടപെടുകയാ. ചിലത് വെളിപ്പെട്ടു വരുന്നു. ഹല്ലേലൂയ. തടഞ്ഞു വെച്ചതിനെ സ്വർഗം നീക്കി കുഞ്ഞേ നിന്റെ മുഖത്തെ ആദരിക്കുന്ന ദിവസങ്ങളാണ്. പക്ഷെ പ്രാർത്ഥനയിൽ മടിച്ചു പോകരുത്. ഹല്ലേലൂയ. മടിച്ചു പോകരുത്. ഹല്ലേലൂയ. ആരുമില്ല, ആരും മനസ്സിലാക്കുന്നില്ല. വേണ്ടെന്നേ, സ്വർഗം നിന്നോട് ഇടപെടുകയാ. നിന്റെ ജീവിതത്തിന്റെ വാതിലുകളെ അവൻ തുറന്നു തരും. ഹല്ലേലൂയ. കഴിഞ്ഞ 2 വർഷവും 4 മാസവുമായി ചിന്തിച്ചു കൊണ്ടിരുന്ന ഒരു വിഷയം, ഹല്ലേലൂയ, കർത്താവ് പറയുക, അതിന്റെ ഉത്തരം വേഗത്തിൽ വരും. ഞാൻ എൻ്റെ ഭക്തനെ, ഞാൻ എൻ്റെ മകനെ വേഗത്തിൽ പ്രതിക്രിയ ചെയ്ത് വിടുവിക്കുന്ന ദൈവമാ. ഈ വചനങ്ങളാ കുഞ്ഞൻ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ അടുക്കല് ഈ ആളുകൾ വന്നപ്പോ യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ അന്വേഷിച്ചു വന്നതല്ല, അന്വേഷിച്ചു വന്നത് ഈ അത്ഭുതങ്ങൾ കണ്ടിട്ടല്ല. നിങ്ങൾക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഇന്നലെ അപ്പം തിന്നു, ഇന്നും ഹല്ലേലൂയ അപ്പം വേണം. മനുഷ്യൻ ശാരീരിക ആവശ്യങ്ങൾ, ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിലേക്ക് ഓടിക്കൂടുകയാണ്. ഹല്ലേലൂയ. കർത്താവ് ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഹല്ലേലൂയ, എന്റെ അടുക്കല് ഹല്ലേലൂയ എന്നെ വേണ്ടെന്ന് ചോദിക്കാറുണ്ട്. ഹല്ലേലൂയ. എനിക്കൊരു കൊച്ചുമോളുണ്ടായി. ഹല്ലേലൂയ. ഇപ്പൊ 7 ആഴ്ചയായുള്ളൂ. ജനിച്ച് 2-ാം ദിവസം മുതൽ എൻ്റെ കയ്യിൽ എടുത്തു വെച്ചിട്ട് ഞാൻ കുഞ്ഞിനോട് രാവിലെ എൻ്റെ ഡ്യൂട്ടിയാണ്, ഈ സമയമൊക്കെ എൻ്റെ ഡ്യൂട്ടിയാണ്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ എടുത്തു വെച്ചിട്ട് ഞാൻ കുഞ്ഞിനെ നോക്കിയിട്ട് പറയും, നമുക്ക് പ്രാർത്ഥിക്കണ്ടേ മോളെ? അങ്ങനെ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. പപ്പയുടെ ജോലിയിൽ സാലറി വർദ്ധിക്കാൻ ഇതുവരെ ഞങ്ങൾ പ്രാർത്ഥിച്ചില്ല, കുഞ്ഞ് പ്രാർത്ഥിച്ചില്ല. അമ്മയുടെ കാര്യങ്ങൾ അങ്ങനെയുള്ളതൊന്നും പ്രാർത്ഥിച്ചില്ല. പപ്പയ്ക്കാക്കണേ, അപ്പച്ചേക്കാക്കണേ, അമ്മച്ചേക്ക, ഇതെല്ലാം പറയാറുണ്ടെങ്കിലും കുഞ്ഞ് ആദ്യം പറയുന്നത് എന്താണെന്നറിയോ? അപ്പ ഈ ദിവസത്തിന് നന്ദി പറയുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഐ ലവ് യു ജീസസ്. ഹല്ലേലൂയ. ഐ ലവ് യു ഹോളി സ്പിരിറ്റ്. ഐ ലവ് യു ഫാദർ. ഇത് ദിവസവും പറയും. ഞാൻ എന്നിട്ട് ചോദിക്കും, മോൾ ഇന്ന് ബൈബിള് വായിച്ചോ? കൊച്ചാണ്, 7 ആഴ്ചയായുള്ളൂ. ഇപ്പോ ഞാൻ 2 ദിവസം തൊട്ട് തുടങ്ങിയതാ. ഹല്ലേലൂയ. മോൾ ഇന്ന് ബൈബിള് വായിച്ചോ? എന്നിട്ട് പറയും, യഹോവ എന്റെ ഇടയനാകുന്നു. പറ, യേശു എന്റെ ഇടയനാ. ഇത് നിരന്തരം പറയുക. എന്തിനാണെന്നറിയാമോ? ഈ സ്ഥലത്തോട്ടൊക്കെ വന്നപ്പോ ഹല്ലേലൂയ, നമ്മളൊക്കെ അവിടുത്തെ കേരളത്തിൽ ജനിച്ചു വളർന്നെങ്കിലും ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇവിടെ വന്നപ്പോ ഹല്ലേലൂയ ഏറ്റവും കുറച്ച് തുണി വേണ്ട സ്ഥലമായിട്ട് എനിക്ക് തോന്നി. പക്ഷെ ഭയങ്കര വിലയാ തുണിക്ക്. ഏറ്റവും കുറച്ച് തുണി മതി, ഒത്തിരി ഒന്നും വേണ്ട. നമ്മൾ അവിടെ 5.5 മീറ്റർ വേണ്ട ഒരു സാരിക്കൊക്കെ. ഇവിടെ അത്രയൊന്നും ബുദ്ധിമുട്ടില്ലാത്തൊരു സ്ഥലമായിട്ട് തോന്നി. പക്ഷെ എനിക്കൊരു ആഗ്രഹം, ഹല്ലേലൂയ, ഈ സംസ്കാരത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നതെങ്കിലും ഈ ലോകത്തിന് അനുരൂപപ്പെട്ടു പോകാതെ, അവര് ഈ മാലിന്യത്തിൽ വീണ് പോകാതെ എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും? എനിക്ക് ഒന്നേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. കടലിനെ മണൽത്തരി കൊണ്ട് അതിരിട്ട ദൈവം എന്റെ നിങ്ങളുടെ തലമുറയെ കാക്കണേ എന്ന് പ്രാർത്ഥിക്കുക. യേശു പ്രാർത്ഥിച്ചില്ലേ, ഞാൻ അങ്ങോട്ട് വരിക, ഞാൻ ഇവരെ ഇവിടെ ആക്കിയിട്ടാ വരുന്നേ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പറയുക, ഞാൻ അങ്ങോട്ട് പോരുമ്പോ നീ ഇവരെ കൂടെ എടുത്തോണെന്നല്ല പറയുന്നത്. ഈ ശിഷ്യന്മാർ ഇവിടെ ആയിരിക്കുമ്പോൾ ദുഷ്ടന്റെ കരച്ചിൽ അകപ്പെടാതെ വണ്ണം ഇവരെ കാക്കണേ. ഓരോ ദിവസവും എന്റെ നിങ്ങളുടെ പ്രാർത്ഥന ഇത് തന്നെ ആകണം. നമ്മുടെ ജീവിത പങ്കാളി, നമ്മൾ, നമ്മുടെ തലമുറകൾ, നമുക്കുള്ളവർ, കർത്താവേ, ദുഷ്ടന്റെ കരച്ചിൽ അകപ്പെടരുത്. കടലിനെ മണൽ കൊണ്ട് നീ അതിരിട്ടെന്ന് വചനത്തിൽ പറയുന്നു. അങ്ങനെയെങ്കിൽ ഞങ്ങളെയും അതിരിട്ട് കാക്കണമേ. ഇങ്ങനെ പ്രാർത്ഥിക്കണം. അവൻ നമ്മെ അതിരിട്ട് കാക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. അവന്റെ പ്രവൃത്തി വലുതാണ് കേട്ടോ. ഇന്നും അവന്റെ പ്രവൃത്തി ഹല്ലേലൂയ നിന്നു പോയിട്ടില്ല. എല്ലാരും റിവൈവൽ വേണേ, റിവൈവൽ വേണേ എന്ന് തലകുത്തി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഉറങ്ങിക്കിടക്കുന്നവർക്ക് ഉണർവിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല. നമ്മുടെ വിചാരം നമ്മൾ ഒച്ചത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ഉണർവ് വരും. നോ. കർത്താവ് പറയുന്നത് ഹല്ലേലൂയ, ഈ വചനം ദുർലഭമായ കാലഘട്ടത്തിൽ ഹല്ലേലൂയ ഒത്തിരി വചനം കേൾക്കുന്നുണ്ട്. കർത്താവ് വചനം കേൾക്കുന്നുണ്ടോ, വചനം പറയുന്നുണ്ടോ എന്നുള്ളതല്ല വിഷയം. ഈ വചനം അനുസരിക്കുന്ന എത്ര ജനം എനിക്ക് വേണ്ടി ഉണ്ട്. ഹല്ലേലൂയ. ഫിലദൽഫിയ സഭയോട് പറഞ്ഞതുപോലെ ഹല്ലേലൂയ, നിങ്ങൾ എന്റെ വചനം കാത്തു, അതുകൊണ്ട് ഭൂമിയിൽ ഉണ്ടാകാൻ പോകുന്ന പരീക്ഷക്കാലത്ത് ഞാനും നിങ്ങളെ കാക്കും എന്ന് പറഞ്ഞാൽ, സഭേ, നിങ്ങൾ എന്റെ വചനം കാത്തെങ്കിൽ മഹോത്തര കാലത്തൂടെ നിങ്ങളെ കടന്നു പോകത്തില്ല. ഞാൻ നിങ്ങളെ സേഫ് ആക്കും. ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ്, ഹല്ലേലൂയ, അവൻ നമ്മെ സൂക്ഷിക്കും. പക്ഷെ ഒരു കണ്ടീഷൻ, ഈ വചനം അനുസരിക്കണം, ഈ വചനം നാം കാക്കണം. പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക. ഹല്ലേലൂയ. മീര സിസ്റ്ററെ, ഹല്ലേലൂയ, കർത്താവ് പറയുന്നു കരച്ചിൽ നിർത്താൻ. ഹല്ലേലൂയ. വിലാപങ്ങൾക്കൊരു സമയമുണ്ട്. ഹല്ലേലൂയ. പക്ഷെങ്കിൽ സന്തോഷത്തിനും ഒരു സീസൺ വെച്ചിട്ടുണ്ട്.
ഏതിനും ഒരു കാലമുണ്ടെന്നാണ് ശലോമോൻ പറയുന്നത്. അത് സത്യമാണ്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ കണ്ണുനീരോടെ വിതയ്ക്കുന്നത്, പക്ഷെ ഞാൻ ആർപ്പോടെ കൊയ്യും. ഈ വചനം എഴുതി വെച്ചിരിക്കുന്നത് വിശ്വാസയോഗ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഒന്നിനെ കുറിച്ചും ഇനി കരയണ്ട. ഹല്ലേലൂയ. വീടിനകത്ത് ഹല്ലേലൂയ ഹന്ന കരഞ്ഞത് എന്തിനാണ്? ഒരു കുഞ്ഞില്ലാഞ്ഞിട്ട. പക്ഷേ സിസ്റ്റർ കരയുന്നത് ഉള്ള കുഞ്ഞിന് വേണ്ടി. ഹല്ലേലൂയ. കരച്ചിൽ നിർത്ത്. ആ തലമുറയെ തന്നത് ഞാനാണെങ്കിൽ പോഷിപ്പിക്കാൻ എനിക്കറിയാം, വഴി നടത്താൻ അറിയാം. ആരെങ്കിലും പട്ടിണി കിടന്ന് മരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഹല്ലേലൂയ ദൈവജനം ഹല്ലേലൂയ ഭക്ഷണമില്ലാതെ മരിക്കാറുണ്ടോ? ഇല്ല. ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ ആഹാരം തരും. അന്ന് ഏലിയാവിനെ പോറ്റി അതേ ദൈവം നമ്മളെയും പോറ്റും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നമ്മളെക്കാൾ നന്നായി കർത്താവിനറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊക്കെ പറയും 40 സീറ്റേ ഉള്ളൂ. ഹല്ലേലൂയ. ഇനി 2 ദിവസം കൊണ്ട് ക്ലോസ് ചെയ്യും. ഇനി ബാക്കി 2 സീറ്റ് കൂടെ ഉള്ളൂ. എന്തോ ചെയ്യും? പലരും പറയും. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് 39 സീറ്റേ കൊടുക്കത്തുള്ളൂ. 1ാമത്തെ സീറ്റ് ദൈവ മക്കൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് അപ്പൻ 39 വീതിച്ചു കൊടുക്കുന്നത്. നമുക്ക് 40ാമതാ ഫോൺ വരുന്നതെന്നേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നമ്മൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. 1ാമത് നമ്മുടെ പങ്ക് 1ാമത് മാറ്റിവെച്ച് തന്റെ ഭക്തന്റെ വീതം മാറ്റിവെച്ചിട്ട് ലോകർക്ക് കർത്താവ് എന്ത് ചെയ്യാറുള്ളൂ. പക്ഷെ നാം കാണുന്നത് അവസാനമാണെന്നേ ഉള്ളൂ. ഹല്ലേലൂയ. എന്നാൽ നാം കാണണ്ടേ ഇന്ന് തുറക്കണം. ഏത് കാര്യത്തെ കുറിച്ച് വിഷമിക്കുമ്പോഴും, ഏത് കാര്യത്തെ കുറിച്ച് പ്രാർത്ഥിക്കുമ്പോഴും അതിന്റെ മറുപടി കിട്ടിപ്പോയി എന്ന് തന്നെ വിശ്വസിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ശിഷ്യന്മാരോട് പറയാ, ഹല്ലേലൂയ, ഈ വന്ന ജനത്തോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഈ നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടി ഇങ്ങനെ അലയുന്നത്? ഞാൻ നിങ്ങൾക്ക് തരാം നിത്യജീവനിലേക്കുള്ള ആഹാരം. ഞാൻ തന്നെയാണ് നിത്യജീവന്റെ ആഹാരം എന്നും പറഞ്ഞിട്ട് നിത്യജീവനെ കുറിച്ചും ഞാൻ ജീവന്റെ അപ്പമാണെന്നുമൊക്കെ ഈ ജനത്തോട് യേശു സംസാരിക്കാൻ തുടങ്ങി. കേട്ട് നിന്നവരൊക്കെ തിരിച്ചുപോയി. ഹല്ലേലൂയ. ഇവന്റെ പഠിപ്പീര് ഭയങ്കര പ്രശ്നമാണ്, അതിന് ഭയങ്കര കാഠിന്യമാണ്. എല്ലാം തിരിച്ചു പോകാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ കർത്താവ് ശിഷ്യന്മാരെ നോക്കിയിട്ട് അവരോടും ചോദിച്ചു, ഹല്ലേലൂയ, നിങ്ങൾ പോകുന്നില്ലേ? ഹല്ലേലൂയ. ഈ ജനമൊക്കെ എന്നെ ഇട്ടിട്ട് പോയല്ലോ, നിങ്ങൾ പോകുന്നില്ലേ? പത്രോസ് പറഞ്ഞു, ഞങ്ങൾ എങ്ങോട്ട് പോകാനാ? നിത്യജീവന്റെ മൊഴി നിന്റെ പക്കലുണ്ട്, നിന്നെ ഇട്ടിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകും? ഈ രാവിലെയും ദൈവസന്നിധി വന്നിരിക്കുന്നത് ആ ജീവൻ ഹല്ലേലൂയ തരുന്ന വചനത്തിന്റെ ശക്തി അറിയാവുന്നത് കൊണ്ടല്ലേ? ഇന്ന് പകല് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുക. നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരി. ഹല്ലേലൂയ. ഒരു ബിസിനസ് മേഖലയിലുള്ള ഒരു സഹോദരനോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. ഹല്ലേലൂയ. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ 7 മാസമായിക്കൊണ്ട് ഒരു പ്രത്യേക സ്ട്രഗിളിലൂടെ താൻ കടന്നു പോകിയ ബിസിനസ് മേഖലയിൽ ഹല്ലേലൂയ എത്രയൊക്കെ കൂട്ടിയും ഗുണിച്ചും നോക്കിയിട്ടും അതിനകത്തൊന്ന് ഹല്ലേലൂയ പുറച്ചു വരാൻ പറ്റുന്നില്ല. അതിനകത്തൊരു സൊല്യൂഷൻ കിട്ടുന്നില്ല. ഹല്ലേലൂയ. നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റുമ്പോഴും കണക്കിനകത്ത് ഹല്ലേലൂയ ഒരു തെറ്റും പറ്റാത്തൊരു യേശുവുണ്ട്. അവൻ എപ്പോഴും ഹല്ലേലൂയ. നമ്മൾ 50 എന്ന് പറയും. ഹല്ലേലൂയ. കർത്താവിന് 99 ഹല്ലേലൂയ 1. അത് ഒരുപോലെയാ എന്ന് പറഞ്ഞതുപോലെ നമ്മളായിരിക്കുന്ന അനുഭവത്തില് ഹല്ലേലൂയ ലൈബിലിറ്റി എടുത്തു മാറ്റുവാൻ, ഹല്ലേലൂയ കിട്ടാക്കടങ്ങളെ മടക്കിക്കൊണ്ടുവരുവാൻ ഹല്ലേലൂയ സഹോദര ദൈവത്തിന് കഴിയും. ബിസിനസ് മേഖലയിൽ വെല്ലുവിളി അനുഭവിക്കുന്ന ചിലർക്ക് വേണ്ടി ഈ പകൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ ഹല്ലേലൂയ തടസ്സങ്ങൾ, ആ വെല്ലുവിളികൾ അഴിഞ്ഞു മാറട്ടെ എന്ന് കൽപ്പിക്കുകയാണ്. പുതിയ വാതിൽ ഹല്ലേലൂയ കർത്താവ് തുറക്കട്ടെ. ഹല്ലേലൂയ. പണ്ട് ഒരു ചർച്ചില് ഒരു ചർച്ച് പണി കഴിഞ്ഞു കഴിഞ്ഞപ്പോ പുതിയ പാസ്റ്റർ മാറി വന്നു. അപ്പൊ അദ്ദേഹം നോക്കിയപ്പോ അവിടെ ഈ ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ട് ഇത്ര ആൾ ഇത്ര രൂപ വന്നു, ഇത്ര ആൾ ഇത്ര രൂപ വന്നു, വലിയ ലിസ്റ്റൊക്കെ കിട്ടി. അപ്പൊ ഈ ദേവദാസന് ആരുടെയും ജോലിയൊന്നും അറിയില്ല. ഭയങ്കര പ്രാർത്ഥനയാ. ഞായറാഴ്ച ഏറ്റവും കൂടുതൽ പൈസ കൊടുത്തത് ആളുടെ പേര് കിട്ടി. ആ ആളുടെ പേരങ്ങോട്ട് പറഞ്ഞ് ഭയങ്കര, ഞാൻ ഇപ്പൊ ആ പേര് ഓർക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഒരു പേരങ്ങ് പറയും. കർത്താവേ, ജോണിക്കുട്ടിയെ അനുഗ്രഹിക്കണമേ, ബിസിനസ്സിനെ വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ. കർത്താവേ, ഇന്നലെ വരെ ഉള്ളതുപോലെ അല്ല, ഈ മാസം മുതൽ സഭയെ സഹായിച്ചത് കൊണ്ട്, ഈ ആലയം പണിക്ക് വേണ്ട എല്ലാം ചെയ്തത് കൊണ്ട്, ഏറ്റവും കൂടുതൽ നന്മ തന്നത് കൊണ്ട് ഹല്ലേലൂയ കർത്താവേ
തന്നെ അനുഗ്രഹിക്കണമേ. നീ ആർക്കും കടക്കാരനല്ലല്ലോ. ഹാലലൂയ. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴേ കമ്മിറ്റിക്കാർ പറഞ്ഞു, എന്റെ പാർഷ ആരെ അനുഗ്രഹിച്ചെന്നറിയാമോ? ആ, ഇത്രയും നന്മ, എത്ര പേര് ബിസിനസ് വലിയ ആൾക്കാരുണ്ട്, എന്നിട്ട് ഈ മനുഷ്യൻ തന്ന NRIക്കാരുണ്ടായിട്ടും ഈ മനുഷ്യൻ തന്ന ഫണ്ട് കണ്ട. അന്നേരം പറയാണ്, അതേ പാർഷേ, ആ മനുഷ്യൻ ചവപ്പെട്ടി കച്ചവടക്കാരനായിരുന്നു. നിങ്ങളൊന്ന് ഓർത്തേ, എത്ര എണ്ണം മരിച്ചാലാണ് ഈ മനുഷ്യന്റെ ബിസിനസ് വർദ്ധിക്കുന്നത്? ഹല്ലേലൂയ. ഒന്ന് ഓർത്തേ, ഇതുപോലെ ഹോസ്പിറ്റലുകളൊക്കെ പണിഞ്ഞിട്ടിട്ട് അവിടെ പൂജയും കർമ്മങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്യും. എന്തിനാണെന്നറിയാമോ? ഹല്ലേലൂയ, രോഗികൾ ഉണ്ടാകാൻ. ഹല്ലേലൂയ, കോടികൾ കൊടുത്തിട്ട് ഡോക്ടറാകും. ഹല്ലേലൂയ, ഏതെങ്കിലും ഒരു ഡോക്ടർക്ക് നിങ്ങൾ സൗഖ്യമായി പോകണമെന്നുണ്ടോ? അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ ഹല്ലേലൂയ, 3ാം സ്റ്റേജിലുള്ള ക്യാൻസർ ആണെങ്കിൽ അവർ പറഞ്ഞ് 4ാം സ്റ്റേജിലേക്കാക്കും. അത് എത്രത്തോളം വഷളാക്കും അത്രത്തോളം ആക്കും. ഞാൻ പോയിട്ടുണ്ട് ക്യാൻസർ രോഗികളുടെ കൂടെ ഹോസ്പിറ്റലിൽ. പേടിപ്പിക്കുക. നിങ്ങൾ ഈ പോസ്റ്റൊന്നും കേട്ട് പേടിക്കരുത്. ഒരു രോഗം എടുത്ത് മനസ്സിൽ വെക്കരുത്. ദൈവത്തിന്റെ വചനത്തിനപ്പുറമായിട്ട് ഹല്ലേലൂയ, പത്രോസ് പറയുന്നത് പോലെ നിന്റെ പക്കൽ ഉള്ളത് നിത്യജീവന്റെ മൊഴിയാ. ഈ വചനത്തിൽ ഭയങ്കര ശക്തിയാണ്. ഈ വചനം നമ്മുടെ രോഗത്തെ നീക്കിക്കളയും. ഏത് കഠിനമായ പ്രയാസങ്ങളിൽ നിന്ന് വിടുവിക്കാൻ കഴിവുള്ള ദൈവത്തിന്റെ വചനം ഇന്ന് പകൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ ഇറങ്ങുകയാണ്. ഹല്ലേലൂയ. ശരാധരകലക ധീരകസ്തരാധരക റിബോ ലിബാഷിഗാലകരസ്തരാധരകെ. ഹല്ലേലൂയ. ജെസിയാന്റെ ഹല്ലേലൂയ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. കർത്താവ് പറയുക ജെസിയാന്റെയോട്, കുടുംബക്കാരൊക്കെ അംഗീകരിച്ചില്ലെങ്കിലും അവരൊക്കെ യെസ് പറഞ്ഞില്ലെങ്കിലും പ്രാർത്ഥിക്കുന്നതിന്റെ പേരില്, വിശ്വാസത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നതിന്റെ പേരില് ഒത്തിരി വെല്ലുവിളികളൊക്കെ വന്നിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചോദിക്കും, ഹല്ലേലൂയ, നീ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്ത് നിന്റെ ഇന്ന വിഷയത്തിന് മറുപടി വരാത്തത്? എന്തുകൊണ്ട് അത് ചോദിക്കുന്നേ? നമ്മുടെ വാടിയ മുഖം കണ്ടിട്ട്. ഹല്ലേലൂയ. ദൈവാത്മാവ് പറയുന്നു, ഇനി നമ്മുടെ മുഖം വാടരുത്. ജാതികളുടെ മുമ്പിൽ നമ്മുടെ മുഖം വാടരുത്. നമ്മുടെ മുഖം കാണുമ്പോഴാണ് അവർ ചോദിക്കുന്നത്, നിന്റെ പ്രശ്നത്തിന് പരിഹാരം ഇല്ലേ? ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ സന്തോഷം കെടുത്തുക എന്നുള്ളതാണ് പിശാചിന്റെ ഏറ്റവും വലിയ പ്ലാൻ. അതുകൊണ്ട് ഇന്ന് കർത്താവ് നമ്മളോട് പറയുക, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒന്നിനാലും നമ്മുടെ ഹല്ലേലൂയ മുഖം വാടരുത്. അപ്പോ നമ്മൾ തിരിച്ച് ഹല്ലേലൂയ, പത്രോസ് പറയുകയാണ്, നിന്റെ സന്നിധിയില് ഹല്ലേലൂയ ജീവന്റെ വചനമുണ്ട്. ഹല്ലേലൂയ. അത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ യോഹന്നാൻ ഇങ്ങനെ പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. 14-ാം വാക്യത്തിൽ വരുമ്പോ പറയുകയാണ്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. അപ്പൊ നമ്മളോട് പറയുന്ന ഈ വചനം എന്താണ്? അത് ക്രിസ്തുവാണ്. ഇത് എവിടെ കണ്ടു? ഹല്ലേലൂയ. ദൈവത്തിന്റെ തേജസ് ഈ പുത്രനിൽ ആര് കണ്ടു? ഹല്ലേലൂയ. കർത്താവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർ കണ്ടു. ഹല്ലേലൂയ. നമ്മളെ പിന്നീട് നമ്മൾ വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ, പുതിയ നിയമസഭയോട് പരിശുദ്ധാത്മാവ് പറയുക, ഈ വചനം ജഡമായി തീർന്ന ക്രിസ്തു ഹല്ലേലൂയ ഇന്ന് എവിടെയാ വസിക്കുന്നത്? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിലും നിങ്ങളിലുമാണ് വസിക്കുന്നത്. ഈ വചനം ഇപ്പൊ പുറത്തല്ല, ഈ വചനം ഇപ്പൊ നമ്മുടെ ഉള്ളിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാലഘട്ടത്തിൽ വചനം കേൾക്കാൻ മടിച്ചിരുന്ന ആളുകൾ, ഒരു കാലഘട്ടത്തിൽ ദൈവശബ്ദം നിന്നു പോയപ്പോൾ പുതിയ നിയമസഭ എത്രയോ പേർക്ക് ഇത് കേൾക്കാൻ കഴിയാതെ ഇരിക്കുമ്പോൾ ഈ ഹൃദയത്തെ ദൈവം തുറന്നു തന്ന ഇവന്റെ വചനത്തെ നമ്മുടെ ഉള്ളിലാക്കിയിട്ട് കർത്താവ് പറയുക, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലുമാ. നിങ്ങൾ ഇനി ചോദിക്ക, ഞാൻ നിങ്ങൾക്ക് തരാം. ഹല്ലേലൂയ. എത്ര ഗ്യാരണ്ടിയാണ് ഈ ദൈവം പറയുന്നേ? പിന്നെന്തിനാ സംശയിക്കുന്നേ? ഹല്ലേലൂയ. 28 വയസ്സായി, എന്റെ കുഞ്ഞിന്റെ കല്യാണം നടന്നില്ല. വിഷമിക്കരുത്. ഹല്ലേലൂയ. നിങ്ങളുടെ കുഞ്ഞിനെ കല്യാണം കഴിക്കേണ്ട ആളുടെ കല്യാണം നടന്നിട്ടില്ല. ഹല്ലേലൂയ. ഇന്ന് അതിന് നീക്കുപോക്ക് വരികയാണ്. യേശുവിന്റെ നാമത്തിൽ തലമുറയുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ യേശുവിന്റെ നാമത്തിൽ ആ തടസ്സത്തെ നീക്കം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പായേ, തന്റെ കുഞ്ഞുങ്ങളുടെ വിവാഹങ്ങൾ നടക്കട്ടെ. ഹല്ലേലൂയ. ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് യേശുവിന്റെ നാമത്തിൽ പുതിയ മേഖലകൾ തുറക്കപ്പെടട്ടെ. തടസ്സങ്ങളെ എഴുതി മാറ്റുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. രാവിലെയുള്ള ഈ 1 മണിക്കൂർ അന്യഭാഷയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങൾ വരണം.
നിങ്ങൾ അന്നേരം ഇരുന്ന് പ്രാർത്ഥിക്കണം ദൈവദാസിയോടൊപ്പം. അല്ലെങ്കിൽ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടല്ലോ, അല്ല നിങ്ങൾ എല്ലാവരും ഇത് തുറന്നിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കണം. അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോഴാ ചില മേഖലകൾ തുറക്കപ്പെടുന്നത്. നമുക്ക് എങ്ങനെ പ്രാർത്ഥിച്ച് കയറണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴും അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചില മണ്ഡലങ്ങളെ വെട്ടി നമ്മുടെ വിഷയത്തെ നമ്മുടെ കരത്തിൽ കൊണ്ടുവരും. ഞാൻ പറയും, ഈ 1 മണിക്കൂർ പ്രസംഗം കേൾക്കുന്നതിനേക്കാൾ 1 മണിക്കൂർ അന്യഭാഷയിൽ ഇരിക്കുമ്പോൾ അതിനകത്ത് ചിലതുണ്ട്. നാളെ അതുകൊണ്ട് ഹല്ലേലൂയ കഴിവത് നിങ്ങൾ ഹല്ലേലൂയ ഒരു 10-25 മിനിറ്റ് എങ്കിലും വന്നിരുന്നൊന്ന് പ്രാർത്ഥിക്ക്. അന്യഭാഷയിൽ പോരാട്. ശത്രുവിന്റെ പദ്ധതികളെ ക്യാൻസൽ ചെയ്യാനിടയാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയുകയാണ്, ഈ ജനത്തിന് ഹല്ലേലൂയ വചനത്തിനായിട്ടുള്ള വിശപ്പ് വരുന്ന ഒരു നാളുണ്ട്. ആമോസിനോട് പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു പറയുന്നു, ശിഷ്യന്മാര് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരാം. 57-ാം വാക്യത്തിൽ പറയുക, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഹല്ലേലൂയ. യേശു പറയുകയാണ്, എന്നെ ഭക്ഷിക്കുന്നവൻ. ഹല്ലേലൂയ. എന്താണ് അതിന്റെ അർത്ഥം? യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നവർ, യേശുവിനെ വിശ്വാസത്തോടെ കൈക്കൊള്ളുന്നവർ, ഹല്ലേലൂയ, അവന്റെ വചനത്തിൽ ജീവിക്കുന്നവർ, അങ്ങനെ ഉള്ളവർ ഹല്ലേലൂയ ആ ക്രിസ്തു മൂലം ജീവിക്കും. എവിടം വരെ? ആ നിത്യതയോളം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ സംസാരിക്കുന്നത് ആത്മീയ കാര്യങ്ങളാണെങ്കിലും ഈ ആത്മീയ വിഷയങ്ങളെ കൈക്കൊള്ളുന്നവരുടെ ജീവിതത്തില് ഭൗതിക മേഖലകളും പൊട്ടുവന്നേ അവിടെയും ചില വിടുതലുകൾ ഉണ്ട്. കർത്താവ് ഒരിക്കലും നമ്മുടെ ഹല്ലേലൂയ ഭൗതിക വിഷയത്തിൽ ശ്രദ്ധിക്കാത്തവനല്ല. ഹല്ലേലൂയ. എത്രയോ രോഗികളെ സൗഖ്യമാക്കി, എത്രയോ സംസാരിക്കാത്തവർ സംസാരിക്കാനിടയായി, എത്രയോ മരിച്ചവരെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു. കർത്താവ് ശിഷ്യന്മാർക്ക് കൽപ്പന കൊടുത്തപ്പോ നിങ്ങൾ പോയി വചനം മാത്രം പഠിപ്പിക്കുന്നല്ല അവരോട് പറഞ്ഞത്. നിങ്ങൾ പോയി പ്രസംഗിക്കണം. മനസ്സ് തകർന്നവരെ നിങ്ങൾ സൗഖ്യമാക്കണം. അത് ഈ ഹല്ലേലൂയ ശുശ്രൂഷയുടെ ഭാഗമാണ്. നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് മുറിപ്പെട്ടിരിപ്പുണ്ടെങ്കിൽ ഹല്ലേലൂയ ദൈവാത്മാവ് പറയുക, നിങ്ങളുടെ മുറിവ് കെട്ടുന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ. ബ്ലസ്സി ധീരഗസ്തരാദരക. ഹല്ലേലൂയ. കുഞ്ഞെ, മുറിവ് കെട്ടുന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 8-ാം വയസ്സ് മുതൽ ഹല്ലേലൂയ ജീവിതത്തിൽ ഒരു ഭാരം മനസ്സിനെ അലട്ടുന്നുണ്ട്. ഹല്ലേലൂയ. അത് പുറമേ ഒന്നും കാണിക്കുന്നില്ല. അന്ന് തുടങ്ങിയതാണ്. ഹല്ലേലൂയ. അതിനോടുള്ള ബന്ധത്തിൽ ജീവിതത്തിൽ പലപ്പോഴും തിരസ്കരണങ്ങളും ഹല്ലേലൂയ ജീവിതത്തിൽ പലപ്പോഴും പലരുടെ വാക്കുകളും പിന്നെ മുറിവായി കിടക്കുകയാ. ഹല്ലേലൂയ. കർത്താവ് പറയുക, എന്റെ ജനത്തോട് പറ, ഹല്ലേലൂയ, ഭാരം നിർത്ത, ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും, നിനക്ക് വേണ്ടി ഒരു ശുഭഭാവി ഞാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു വചനം പറയാൻ പറയുന്നു. മുലകുട്ടിക്കുന്ന കുഞ്ഞിനെ പെറ്റമ്മ മറക്കുവോ? ഒരു പക്ഷേ അവര് പോലും മറന്നിട്ടുണ്ടാകാം. അവര് പോലും നിന്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടാവില്ല. കർത്താവ് പറയാ, അവരും മറന്നാലും സാരമില്ല, അവരെക്കാൾ നിന്റെ കാര്യത്തിൽ തീഷ്ണതയുള്ള ഒരു ദൈവമാണ് ഞാൻ. നിന്റെ ജീവിതത്തിന്റെ തടസ്സങ്ങൾ ഇന്ന് പകൽ മാറുകയാണ്. നിന്നോട് ദൈവം അറിയിച്ച വാഗ്ദത്തങ്ങൾ ഈ 2026 മുതൽ അതിന്റെ ഹല്ലേലൂയ ഫലം നീ കാണാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആ കുഞ്ഞിന്റെ ഭാവിയോടുള്ള ബന്ധത്തിൽ വന്ന സകല തടസ്സങ്ങളെ ഞാൻ നീക്കം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വെളിപ്പെടട്ടെ, നന്മ വെളിപ്പെട്ട് വരട്ടെ. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. നീ ഒരു ബ്ലസ്സിയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി കരയരുത്. അവൻ ഇടം കൊടുക്കരുത്. നമ്മൾ സങ്കടപ്പെടുമ്പോഴാണ് അവൻ കയറി മെതിയുന്നത്. അവൻ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സന്തോഷത്തെ കെടുത്തുക എന്നുള്ളതാണ് പിശാചിന്റെ പരിപാടി. നമ്മൾ ഏത് വിഷയത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നോ ഹല്ലേലൂയ അവൻ സന്തോഷിക്കുക. കണ്ട, നിന്നെ വിശ്വാസമാണെന്ന് ഇവർ പറയും. ഹല്ലേലൂയ. എന്നിട്ട് ഇവർ കരയുന്നുണ്ടോ? ഹല്ലേലൂയ. പത്രോസ് പറഞ്ഞു, നിത്യജീവന്റെ മൊഴി നിന്റെ പക്കലുണ്ട്. ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, നീ ദൈവത്തിന്റെ പരിശുദ്ധനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, നാം വിശ്വസിക്കുന്ന ദൈവം ആരാണെന്നുള്ള അറിവും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി അങ്ങോട്ട് കരയത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് അറിയാമോ, ഹല്ലേലൂയ, മോള് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോ മുതൽ ഞാൻ ഹല്ലേലൂയ ഉപവാസം ഒത്തിരി എടുത്തിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇവിടെ വന്നും ഓസ്ട്രേലിയയിൽ സെപ്റ്റംബറിൽ വന്നു, ഒക്ടോബർ നവംബറിൽ 40 ദിവസം ഫുൾ ഫാസ്റ്റിംഗ് എടുക്കാൻ പറ്റി. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക, ശുശ്രൂഷയ്ക്കൊന്നും പോയില്ല, ഇവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടും ഹല്ലേലൂയ ഡിസംബർ 5-ാം തീയതി പെയിനായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ. വൈകിട്ട് രാവിലെ തുടങ്ങിയ വേദനയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഹല്ലേലൂയ, നമ്മുടെ കേരളത്തിലെ കൂട്ടി ഇവിടെ പിടിച്ച് കിടത്തത്തില്ല ഹോസ്പിറ്റലിൽ. ഹല്ലേലൂയ. അവര് പറഞ്ഞു, വീട്ടിൽ പോയിക്കോ.
ഉറക്കഗുളിക കൊടുത്തിട്ട് പറഞ്ഞു ഇത് പോയി കഴിക്കേ, 2 ദിവസം കഴിഞ്ഞേ ഡെലിവറി ഉള്ളൂ, കുഞ്ഞിന്റെ തല അങ്ങ് ഉള്ളിൽ ഇരിക്കുന്നേ ഉള്ളൂ, ഹാലലൂയ ഓപ്പൺ ആയിട്ടില്ല, പൊക്കോ എന്നും പറഞ്ഞ് വീട്ടിൽ വിട്ടു. ഹാലലൂയ ഞങ്ങൾ ഇവിടെ വന്നു, രാത്രി 10:30 ഞാൻ കയറി കിടന്ന് ഉറങ്ങി, ഇന്നില്ലല്ലോ. പക്ഷെ 12:30 ആകാറായപ്പോഴത്തേക്ക് മോനെ ഹാലലൂയ ജോയൽ മോൻ വന്നിട്ട് പറഞ്ഞു, മരുമോൻ വന്നിട്ട് പറഞ്ഞു, മമ്മി ഹാലലൂയ സാൻഡ്ര കരയുന്നു, വാന്ന് പറഞ്ഞു. ചെന്ന് നോക്കിയപ്പോ പതിവിലും കൂടുതൽ വേദന വന്ന്, അമ്മയെ എനിക്ക് പിടിച്ചിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് കരയുക. അവരമ്മയല്ലേ. ഹാലലൂയ ഹാലലൂയ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് എങ്ങനെ ഈ വിഷയത്തിന് പ്രാർത്ഥിക്കണമെന്ന് പോലും അറിയത്തില്ല. ഹാലലൂയ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ നിങ്ങൾ ഓർക്കും പോഷത്വമാണ്, പക്ഷെ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഈ കുഞ്ഞ് ഇറങ്ങി വരണ്ടേ അതിന്. അവര് പറഞ്ഞു, അവർ ഇംഗ്ലീഷിലല്ലേ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. എങ്കിലും ഞാൻ പറഞ്ഞു, അപ്പായെ എന്താണോ ഓപ്പൺ ആകേണ്ടത് അത് ഇപ്പോൾ ഓപ്പൺ ആകണം, ഞാൻ പ്രാർത്ഥിക്കുക. നിങ്ങൾക്കറിയോ, ഞാൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോ പെട്ടെന്ന് അവള് പറഞ്ഞു, അമ്മേ വെള്ളം പോയി. ഹാലലൂയ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഹാലലൂയ 2 മണിക്കൂർ മുമ്പ് ഹോസ്പിറ്റലിൽ നിന്ന് വിടുമ്പോ 0-യിൽ കിടന്ന സംഭവം 9 സെന്റിമീറ്റർ ഓപ്പൺ ആയെന്ന് നേരെ ലേബർ റൂമിൽ കയറ്റി. ഹാലലൂയ നേരെ ലേബർ റൂമിൽ കയറ്റി. അവിടെ കയറിയിരുന്ന് ഹാലലൂയ ഇവള് അവിടെ 1:15 രാത്രി 1:15 കയറിയിട്ട് 4 മണിയായിട്ടും പ്രസവം നടക്കുന്നില്ല. ഹാലലൂയ ആ സമയത്ത് ദേഹം മുഴുവൻ പച്ച കുത്തിയ ഒരാൾ ആ ടൈമിൽ ഡ്യൂട്ടിക്ക് വന്നു. ഞാൻ അവരെ കുറ്റമൊന്നും പറയുന്നതല്ല. ഹാലലൂയ പക്ഷെ അങ്ങനെ കണ്ടപ്പോൾ നെഞ്ചത്തൊക്കെ ഏതാണ്ട് രൂപങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു. വന്യമൃഗങ്ങളെ നമ്മൾ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു, ഇത് മുഴുവൻ ഇവരുടെ ശരീരത്തിലുണ്ട്. ഞാൻ ഉള്ളുകൊണ്ട് അറിയാതെ, തെറ്റാണ് നിങ്ങൾ ക്ഷമിക്കണം, ഞാൻ ഉള്ളുകൊണ്ട് അറിയാതെ പറയുക, കർത്താവെ ഈ കുഞ്ഞിനു വേണ്ടി ഞാൻ എന്തോ ഒരു ഉപവസിച്ച് പ്രാർത്ഥിച്ചതാ, ഈ ആളുടെ കയ്യിലോട്ടാണോ ഈ തലമുറ? കാരണം ഈ ജനിക്കാൻ പോകുന്ന കുഞ്ഞ് എന്താണെന്ന് ആർക്കറിയാം? നമുക്കറിയണം. ഹാലലൂയ മോശ ജനിച്ചപ്പോ അവരുടെ അപ്പനും അമ്മയ്ക്കും മനസ്സിലായി, ഇവൻ സുന്ദരനാണ്, ഇവൻ ഇസ്രായേലിനെ വിടുവിക്കുന്നവനാണ്. നമ്മുടെ തലമുറ ആരാണെന്ന് ആരെങ്കിലും അറിയണം, അമ്മ അപ്പനെങ്കിലും അറിയണം. അങ്ങനെ അറിയുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ ദൈവം എവിടം വരെ എത്തിക്കുമെന്ന് നമുക്ക് ബോധ്യമുണ്ട്. നമ്മൾ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും കാണിക്കുമ്പോൾ ഒന്നും മിണ്ടത്തില്ല. കാരണം എൻ്റെ കുഞ്ഞ് എത്തേണ്ടിടത്തെത്തും. എങ്ങനെ കറങ്ങി നടന്നാലും എൻ്റെ കുഞ്ഞ് എത്രയൊക്കെ ഉഴപ്പിയാലും അവൻ ഉഴപ്പ് നിർത്തും. എൻ്റെ കണ്ണുനീർ അപ്പായുടെ സന്നിധിയിലുണ്ട്. ആ കുഞ്ഞ് മടങ്ങി വരും, അവനെ ദൈവം ഉപയോഗിക്കും, അവനെ കർത്താവ് പറഞ്ഞ വാഗ്ദത്തം അവന് നിറവേറും. ഇങ്ങനെ വിശ്വസിക്കണം. അതുകൊണ്ട് ഹാലലൂയ ഞാൻ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഹാലലൂയ കീറണം. അവള് പറഞ്ഞു കീറണ്ട. അത് മങ്ങി ഇടങ്ങി പോകുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു കുഞ്ഞിന്റെ തല ചരിഞ്ഞു പോയി, അതുകൊണ്ട് അത് വാക്കം ചെയ്തെടുക്കണം. അവള് പറഞ്ഞു എടുക്കണ്ട. ഹാലലൂയ എനിക്ക് വേദനയ്ക്കുള്ള മരുന്നും തരണ്ട. അത് എഴുതിയും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ എല്ലാത്തിനും നോ ഇംഗ്ലീഷിലാ പറയുന്നത്. ഞാൻ ഏതാണ്ടൊക്കെ ഊഹിച്ചെടുക്കുക, എല്ലാത്തിനും നോ ഇവള് പറയുക. ഞാൻ ലേബർ റൂമിൽ കയറി. അപ്പോ ഹല്ലേലൂയ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി 1/2 മണിക്കൂറോടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യും, അതിനുള്ളിൽ ഡെലിവറി നടന്നില്ലെങ്കിൽ ഞങ്ങളുടെ ഇതിന് പോകും. നമ്മുടെ നാട്ടിലെ കൂട്ടല്ല, ഇവിടെ അങ്ങനെ ഒന്നും സമയമൊന്നും തരത്തില്ല. പക്ഷെ ഈ ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ട് പോയി. ഉടനെ ഇവള് ഈ ഡോക്ടറോടെല്ലാം ഇത് പറഞ്ഞിട്ട് ഇവള് എനിക്ക് നേരെ തിരിഞ്ഞിട്ട് എന്നോട് പറയാണ്, ലോകം മുഴുവൻ പോയി പ്രാർത്ഥിക്കും, ആൾക്കാർക്കൊക്കെ വിടുതൽ മേടിച്ചു കൊടുക്കും. അവിടെ കിടന്ന് പറയാ, ഇന്നാള് പോലും പ്രസവിച്ചില്ലേ അമ്മേ, എന്റെ കുഞ്ഞിനെ ഒന്ന് പ്രാർത്ഥിച്ചെടുത്തു അമ്മേ. ഹോ അത് അമ്മമാർക്കറിയാം, അതൊരു പ്രത്യേക സാഹചര്യമാണ്. ഞാൻ എന്ത് ചെയ്യണം? ആ ലേബർ റൂമിൽ മുട്ടുകുത്തി നിന്നു. ലേബർ റൂമിൽ മുട്ടുകുത്തി നിന്നിട്ട് ഞാൻ പുറംതിരിഞ്ഞാ നിൽക്കുന്നു. ഞാൻ ആ കൈ പൊക്കിട്ട് ഞാൻ പറഞ്ഞു, അപ്പാ ഇവിടെ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. ഹാലലൂയ. എന്നിട്ട് ഞാൻ ഇവളോട് ഇത്രയും കൂടെ പറഞ്ഞു, മോളെ ചെറുകയൊക്കെ കീറുന്നത് സർവ്വസാധാരണ, യേശുവിന്റെ നാമത്തിൽ ഞാനത് ക്യാൻസൽ ചെയ്യും. ഇവൾ ആ വേദനക്കിടയ്ക്ക് അതും കൂടെ പറഞ്ഞു. എന്നിട്ടാണ് ഞാൻ പോയി മുട്ടുകുത്തിയിരിക്കുന്നത്. ഹാലലൂയ. അവളുടെ വിശ്വാസം, ഹാലലൂയ, അവൾക്കൊരു വിശ്വാസം, അവിടെ അമ്മ പ്രാർത്ഥിച്ചാൽ ചിലത് നടക്കുമെന്ന്. ഹാലലൂയ. നിങ്ങൾക്കറിയാമോ, സാമചമ്പാശ്രേ ഹാലലൂയ മരുമകള എൻ്റെ മകള്. ഹാലലൂയ. അപ്പൊ അവിടെ ഒരു കൂട്ടം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അവൾക്ക് നല്ല കോൺഫിഡൻസാ. ഹാലലൂയ. എൻ്റെ പപ്പായും മമ്മിയും അനേകരും അവിടെ പ്രാർത്ഥിക്കുകയാണ് പുനലൂര്. ഹാലലൂയ. എൻ്റെ അമ്മയുടെ മുട്ടുകുത്തി നിൽക്കുന്നു. അവളെ ആ സമാധാനത്തിലിരിക്കുക. ഞാൻ മുട്ടുകുത്തി 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞിന്റെ കരച്ചില് ഞാൻ ആത്മാവി കേൾക്കുക. ഞാൻ മോനോട് ചോദിച്ചു, അവള് പ്രസവിച്ചോ? ഇല്ല മമ്മി. ഹാലലൂയ. ഞാൻ വന്ന് നോക്കുമ്പോ ഈ മോൻ അങ്ങ് കരയാൻ തുടങ്ങി. ഇവൻ കരച്ചിൽ കണ്ടപ്പോ പിന്നെ ഞാൻ പോയി മുട്ടുകുത്തി നിന്നു. ഹാലലൂയ. ഞാൻ പറഞ്ഞു, എൻ്റെ അപ്പായേ നീ ഇറങ്ങി വന്നേ പറ്റൂ. ഹാലലൂയ. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോ ഹാലലൂയ അവള് പറയുന്നു, എൻ്റെ കുഞ്ഞ്. ഞാൻ മോനോട് ചോദിച്ചു, മോനെ അവള് പ്രസവിച്ചോ? ആ മമ്മി. ഹാലലൂയ. ഹാലലൂയ. പിന്നെ ഞങ്ങൾ അറിയുന്നത് ആ പ്രസവം എടുത്ത ഡോക്ടർ പെന്തക്കോസുകാരനായിരുന്നു, ആ മിഡ് വൈഫ് പെന്തക്കോസുകാരിയായിരുന്നു. ഞങ്ങൾ പെന്തക്കോസുകാരികാരനെന്ന് പ്രാർത്ഥിച്ചില്ല. കർത്താവെ നിനക്ക് ഹിതമുള്ള കയ്യിലേക്ക് എൻ്റെ കുഞ്ഞിന്റെ ഹാലലൂയ ആ പിഞ്ചു കുഞ്ഞിനെ ഏറ്റുവാങ്ങാൻ ഒരു നമ്മുടെ ആ കൊതിയല്ലേ
അപ്പൻ എന്ത് ചെയ്തു? രണ്ടുപേരെയും കൂടെ. എന്നിട്ട് അവര് പറയാണ്, നിങ്ങളുടെ പ്രാർത്ഥന കണ്ട് ഞങ്ങളും പോലും പ്രാർത്ഥിച്ചു പോയെന്ന് പറ. അസാധ്യതയാണ്. ഇവൾക്ക് മരുന്ന് കൊടുത്തിരിക്കുക ഉറങ്ങാൻ. ഇവൾ പെയിൻ വരുമ്പോ മയങ്ങിപ്പോവോ? എങ്ങനെ നടക്കും? കുഞ്ഞിന്റെ തല തിരിഞ്ഞു വന്നു, എന്ത് ചെയ്യും? അവിടെ ഹമ്പുരാന് മുട്ടുമേ നിന്നപ്പോ തല നേരെയാക്കി സുഖപ്രസവം കൊടുത്തു. ഹല്ലേലൂയ. ഒരു കുറവുമില്ലാതെ ഒരു പെൺകുഞ്ഞിനെ ദൈവം ഞങ്ങൾക്ക് തന്നു. ഞാൻ എന്തിനാ ഇത് പറയുന്നത്? കർത്താവ് ഇടയ്ക്ക് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പൊ പിടിച്ച വെള്ളം ഉണ്ടോ? ഇത് കഴിഞ്ഞ മാസം പിടിച്ച കഥയായി പറയുന്നത്. ഹല്ലേലൂയ. എന്തെങ്കിലും നടന്ന കാര്യമല്ല, ഇപ്പൊ പിടിച്ച വിടുതല, ഇപ്പോഴത്തെ സാക്ഷ്യമാ. ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ കരയരുത്. നിങ്ങളുടെ തലമുറയോടുള്ള ബന്ധത്തിൽ നിങ്ങൾ ഇനി ഭാരപ്പെടരുത്. എന്നോട് ആത്മാവ് പറയുന്നു, ഞാൻ പേരെടുത്ത് പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ആത്മാവ് പറയുന്നു, ഹല്ലേലൂയ, മക്കളെ ചൊല്ലി കരയുന്ന അനേകർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. നിങ്ങളോട് ഇന്ന് കർത്താവ് പറയുക, നിങ്ങൾ മക്കളെ ചൊല്ലി കരയരുത്. എന്റെ വചനമയച്ച് ഞാൻ അവരെ വിടുവിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഇതാണ്. നിങ്ങളുടെ വിശപ്പ് മാറ. എന്തിനെ കുറിച്ചുള്ള വിശപ്പാണ് നിങ്ങൾക്കുള്ളത്? ഹല്ലേലൂയ. വചനത്തെ കുറിച്ചാണോ? ആ നിത്യജീവനെ കുറിച്ചാണോ? അതിനുവേണ്ടി നിങ്ങൾ വിശക്ക്. നിങ്ങളുടെ വിശപ്പ് കൂടട്ട്. ശമര്യക്കാരിയോട് പറയുക, ഹല്ലേലൂയ, നീ എനിക്ക് വെള്ളം തരാമോ? ഹല്ലേലൂയ. അവള് പറഞ്ഞു, ഹല്ലേലൂയ, നിനക്ക് വെള്ളം തരാനൊന്നും പറ്റില്ല, കാരണം നീ ഒരു യഹൂദനാണ്. പറഞ്ഞു വന്നപ്പോ യേശു പറഞ്ഞു, ഹല്ലേലൂയ, നീ എന്നോട് ചോദിക്ക്, ഞാൻ നിനക്ക് വെള്ളം തരാം. എനിക്ക് ഇച്ചിരി വെള്ളം തരാൻ നിനക്ക് വയ്യെങ്കിൽ നീ എന്നോട് ചോദിക്കുക, ഞാൻ നിനക്ക് വെള്ളം തരാം. അപ്പൊ അവൾ അടുത്തത്, നിനക്ക് വെള്ളം കോരാൻ നിന്റെ കയ്യില് കപ്പി കയറൊന്നും ഇല്ലല്ലോ, പിന്നെ നീ എങ്ങനെയാ വെള്ളം കോരുന്നേ? അല്ല, നീ ഈ കിണർ ഞങ്ങൾക്ക് തന്ന യാക്കോബാ, ആ യാക്കോബിനേക്കാൾ വലിയ ആളാണോ നീ? ഇതെങ്ങനെ അങ്ങനെ സംഭാഷണം എല്ലാം കൂടെ നീണ്ടു വന്നപ്പോ കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, നീ എന്നോട് ചോദിക്ക്, ജീവന്റെ ജലം, ഹല്ലേലൂയ, ഞാൻ നിനക്ക് തരും. ഹല്ലേലൂയ. ഈ ജീവനുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ പുതിയ ജീവൻ. ഹല്ലേലൂയ. അവളുടെ ജീവിതത്തില്, ഹല്ലേലൂയ, ഈ ശമര്യക്കാരിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവിതം തകർന്ന ജീവിതമാണ്. ആത്മീയ ശൂന്യത അനുഭവിക്കുന്നവളാണ് അവൾ. ഹല്ലേലൂയ. ലൗകിക സുഖം തേടി ജീവിതത്തെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു യാത്രയാകുന്ന ഹല്ലേലൂയ അനുഭവമാണ് അവിടേത്. പകൽ ആളുകൾ ഉള്ളപ്പോഴൊന്നും അവള് വരത്തില്ല വെള്ളം കോരാൻ. ആരുമില്ലാത്ത നട്ടുച്ച നേരത്ത് അവള് വരും, ഹല്ലേലൂയ, വെള്ളം കോരാൻ. ആരും ആ കിണറിന്റെ അടുത്ത് വരാത്ത, അങ്ങനെ പബ്ലിക്കിൽ പോലും വരാത്ത ഒരു സ്ത്രീ, ഹല്ലേലൂയ, അവളുടെ ജീവിതത്തിലേക്ക് കർത്താവ് പറയുക, നീ എന്നിൽ വിശ്വസിക്കുന്നോ? നീ എന്നോട് ചോദിക്കാമോ? ഞാൻ നിനക്ക്, ഹല്ലേലൂയ, എന്റെ ആത്മാവിനെ പകർന്നു തരാം. ഇന്ന് പകൽ കർത്താവ് പറയുക, പരിശുദ്ധാത്മാവിനെ ഈ അളവിൽ തൃപ്തരാകരുത്. ആത്മാവിന്റെ അധികം ദാഹം നിങ്ങളിലേക്ക് വരണം. എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്ന അതേ ആത്മാവിന്റെ നദി ഒഴുകും. അതുകൊണ്ട് രണ്ട് കാര്യമാണ് ഈ ഇന്ന് പകല് പരിശുദ്ധാത്മാവ് ഈ ഇരിക്കുന്ന ദൈവദാസിദാസന്മാരോട് പറയുന്നത്. നിങ്ങൾ വചനത്തിനകത്ത് കുറയരുത്. അധികമായി ദാഹിക്കേണ്ട ഒരു കാലഘട്ടമാണ്. രണ്ട്, ആത്മാവിനെ അധികമായി ചോദിക്കേണ്ട ഒരു കാലമാണ്. ഇത് രണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലേ ഈ അന്ത്യ കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. അനേകർ വിശ്വാസത്യാഗം സംഭവിക്കുമ്പോൾ അനേകരിടത്ത്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയില്, അല്ലെങ്കിൽ കേരളം ഒഴിച്ച് മറ്റ് സ്ഥലങ്ങളിലെല്ലാം ഈ സുവിശേഷ വിരോധികൾ കയറി അങ്ങോട്ട് മെതിക്കുകയാണ്. അല്ലെങ്കിൽ പലയിടത്തും പലതും സംഭവിക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു? നമ്മൾ രക്ഷപ്പെട്ടെന്ന് പറയരുത്. എസ്തേറിനോട് മൊർദെഖായി പറഞ്ഞ അതേ വാക്ക് കർത്താവ് എന്നെ ഇപ്പൊ ഓർപ്പിക്കുകയാണ്. നമ്മളങ്ങ് രക്ഷപ്പെട്ടെന്ന് വിചാരിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഒരു കാലം വരാതിരിക്കാൻ കർത്താവ് പറയുക, ഇപ്പോൾ എഴുന്നേൽക്ക, ഇപ്പോൾ പ്രാർത്ഥിച്ചു തുടങ്ങുക, ഇപ്പോൾ വചനം മുറുക്കെ പിടിക്കുക, വചനത്തിന് അധികം, ഹല്ലേലൂയ, തീഷ്ണത കാണിക്കുക. ആത്മാവിനെ അധികം ആഗ്രഹിക്കുക. എന്റെ വൃതന്മാരുടെ വിഷയങ്ങൾ അത് എനിക്ക് വിഷയമാണ്. 18 വർഷമായ വിഷയത്തെ ക്ഷണത്തിൽ സൗഖ്യമാക്കിയതുപോലെ നിങ്ങൾ നേരിടുന്ന വിഷയത്തെ ഞാൻ എന്റെ വചനമയച്ച് വിടുവിക്കൂ. ഹല്ലേലൂയ. സത്യമായ കാര്യങ്ങൾ ആത്മാവിൽ വിളിച്ചു പറയുക. ഇന്നലെ രാത്രി ഒരു ശകലം ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ കുത്തിയിരുന്ന് നിങ്ങൾക്ക് വേണ്ടിയുള്ള മെസ്സേജ് പ്രിപ്പയർ ചെയ്യുക. 4:30, ഇവിടുത്തെ 4:30 കിടന്നപ്പോ. അപ്പൊ പകലെന്തായിരുന്നു കുഞ്ഞെ പണിയെന്ന് ചോദിച്ചാ, കുഞ്ഞിനെ നോക്കണം, അമ്മയെ നോക്കണം, ഹല്ലേലൂയ, ഹല്ലേലൂയ, അത് കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. ഇങ്ങനെ പല കാര്യങ്ങൾ ഇന്നലെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനാണ് ഒരു കൺഫർമേഷനായി ഇന്ന് ഞാനാണ് ശുശ്രൂഷിക്കുന്നതെന്ന്. ഹല്ലേലൂയ. പല തിരക്ക്, പല മീറ്റിങ്ങുകൾ വേറെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിന്റെ ഇടയിൽ എങ്കിലും ഉറങ്ങാതെ രാത്രി മുഴുവൻ ഇരുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഇരുന്ന് മെസ്സേജ് ദൈവത്തോട് ചോദിച്ചു. എനിക്ക് ഒത്തിരി പ്രസംഗം അറിയാവുന്നതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ടത് ദൈവത്തോട് ചോദിച്ച് ഇന്ന് ഈ വീനസിസ്റ്റർ പറഞ്ഞ ഈ ഗ്രൂപ്പിനകത്ത് എന്താണോ ജനത്തിന് വേണ്ടത് അത് അപ്പം തരുന്നവനാ. നമുക്ക് വേണ്ട മന്ന അന്നേരം പൊഴിച്ചു തരുന്നവനാണ് നമ്മുടെ അപ്പൻ. ഹല്ലേലൂയ. റിബാലകരക്ഷരാദ. ഹല്ലേലൂയ. റോബി. ഹല്ലേലൂയ. റീഗക്ഷരാദരക. ഹല്ലേലൂയ.
കർത്താവിന്റെ ആത്മാവ് പറയുക, ഒരു 4 വിഷയമുണ്ട്. അതില് ഒരു 3 വിഷയത്തിന് വേണ്ടി നാളുകളായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മഴ കാണുന്നില്ല. കർമ്മേലിരുന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ഞാൻ പ്രാർത്ഥിച്ചു, നീ പോയി നോക്കിയാൽ മഴ പെയ്യുന്നുണ്ടോ? ഇല്ല. എന്നാൽ 7ാം പ്രാവശ്യത്തെ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ ആ മനുഷ്യൻ വന്ന് പറയുക, ഒരു കൈപ്പത്തി അടയാളത്തിൽ ഞാൻ ചിലത് കാണുന്നു. ഇതുപോലെ ഇന്ന് പകല് ദൈവാത്മാവ് ഹല്ലേലൂയ കുടുംബത്തോട് പറയുക, നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിന് ഇന്നലെ വരെ വെള്ളം കണ്ടില്ല, കുഴി വെട്ടി വെള്ളം കണ്ടില്ല എന്ന കർത്താവ് പറയുക, ഞാൻ അതിന് മറുപടി തരും. ഒരു കൈപ്പത്തി പോലെ അന്ന് വെളിപ്പെട്ടതുപോലെ ആഹാബിന്റെ രഥത്തിന്റെ മുമ്പില ഏലിയാവ് ഓടിയതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ വിഷയങ്ങളെ കണ്ട് നിങ്ങൾ ഈ നാളുകളിൽ ഓടുവന്ന് പരിശുദ്ധാത്മാവിൽ ആലോചന അറിയിക്കുക. നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ ദൈവസന്നിധി രഹസ്യമായി പ്രാർത്ഥിക്കുന്നത് കർത്താവ് പറയുക, ഞാൻ എന്റെ ജനത്തിന് വേണ്ടി അത് ചെയ്യും. 2024 ഹല്ലേലൂയ സെപ്റ്റംബർ മാസത്തില് ഹല്ലേലൂയ ഒരു പ്രത്യേക വിഷയം കയറി വന്നു. ആ വിഷയം മാനസികമായിട്ട് ഒത്തിരി അലയുവാൻ പ്രയാസപ്പെടുവാൻ ഇടയായി. കർത്താവ് പറയും, എന്റെ ജനം ഇനി കരയണ്ട. നിങ്ങളുടെ നിലവിളി ഞാൻ കേട്ടു, നിങ്ങളുടെ കണ്ണുനീര് ഞാൻ കണ്ടു. ഹല്ലേലൂയ. നിങ്ങളെ കൊണ്ട് കഴിയാത്ത കാര്യം എന്റെ അടുക്ക കൊണ്ടുവാ, ഞാൻ അതിനെ നടത്തി തരുമെന്ന് പറഞ്ഞതുപോലെ ആ വചനത്തിന്റെ ശക്തി തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ കയറി വരാൻ പോവാ. ഇനി എഴുതി വെച്ചോ, ഇത് എഴുതി വെച്ചോ. ഈ 2026 നിങ്ങളുടെ പല വിഷയങ്ങളുടെ മേലും സൊല്യൂഷൻ അപ്പൻ അയച്ച വർഷമാണ്. പ്രാപിച്ചെടുത്തോ. യേശുവിന്റെ നാമത്തിൽ ഈ കുടുംബത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിന്റെ വെല്ലുവിളികൾ മാറിപ്പോകാൻ കൽപ്പിക്കുന്നു. ദൈവത്തിന്റെ വചനം അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള വചനം. അവരുടെ വിഷയങ്ങളെ ഞാൻ ഇന്ന് പകല് ദൈവസന്നിധി തന്നു പ്രാർത്ഥിക്കുകയാണ്. വചനത്തിന്റെ ശക്തി ഇപ്പോൾ മുതൽ ആക്ടിവേറ്റ് ആകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സ്ത്രീയോട് പറയാ, നീ ചോദിച്ചാൽ ഞാൻ ജീവന്റെ ജലം തരാം. ഇന്ന് രാത്രി ഇന്ന് പകല് എല്ലാവരും ദൈവസന്നിധിയിലേക്ക് കൊടുക്കുക. നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിച്ചേ. എന്ത് വിഷയമാണ് നിങ്ങളെ അലട്ടുന്നത്? ഇന്നതിന് സൊല്യൂഷൻ ഉണ്ട്. രോഗമാണോ? സൗഖ്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തീർന്നു പോകുമെന്ന് പറഞ്ഞ പല ഹല്ലേലൂയ സ്റ്റേറ്റ്മെന്റും ക്യാൻസലാക്കി ഇത്രയും ആയുസ്സും ആരോഗ്യം ദൈവം നിങ്ങൾക്ക് തന്നില്ലേ? ഇനിയും തരും. ഇന്നലെ വരെ നടത്തിയ ദൈവം ഇനിയും നടത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം കേൾക്കുമ്പോ സന്തോഷത്തോടിരി. ഹല്ലേലൂയ. വചനം കേൾക്കുമ്പോ സന്തോഷിക്കാൻ പറ്റിയില്ലേ? ഇപ്പോഴും ചില ആന്റിമാരുടെ മുഖത്തങ്ങ് ഭയങ്കര വിഷമിച്ചിരിക്കുക. കർത്താവ് പറയുന്നത്, ഇവിടെ സന്തോഷിക്കാൻ പറ്റിയില്ല, പിന്നെ എവിടെ സന്തോഷിക്കാൻ പറ്റും? കാരണം അവന്റെ സന്നിധിയിലാണ് സന്തോഷത്തിന്റെ പരിപൂർണത. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ പേരെടുത്ത് ആലോചന അറിയിച്ചില്ലെങ്കിലും അപ്പ ഈ വചനം അയച്ച് നിങ്ങളെ വിടുവിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ എഴുതി വെച്ചോ. ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഹല്ലേലൂയ ഞാൻ ആത്മാവി പറയുക, നിങ്ങൾ അക്കമിട്ട് എഴുതി വെച്ചിരിക്കുന്ന വിഷയത്തിന്റെ മേൽ നിങ്ങൾ വിശ്വസിച്ചാൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം ആരെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ, അവനെ അറിയേണ്ടതുപോലെ നിങ്ങൾ അറിഞ്ഞാൽ, ഹല്ലേലൂയ കർത്താവ് പറയുക, ഞാൻ പോക്ക് വഴി വെച്ചിട്ടുണ്ട്. പക്ഷേ ഹല്ലേലൂയ കർത്താവ് ഇന്ന് പകല് ഹല്ലേലൂയ ആമോസിന്റെ പ്രവചനത്തിലൂടെ നമ്മളെ ഓർപ്പിച്ചത് നിങ്ങളുടെ ദാഹം എന്തിനെ കുറിച്ചാണ്? ഹല്ലേലൂയ നിങ്ങളുടെ വിശപ്പ് എന്തിനെ കുറിച്ചാണ്? ഹല്ലേലൂയ നശിച്ചു പോകുന്ന ആഹാരത്തെ കുറിച്ചാണോ? മക്കളെ കാനഡയ്ക്ക് വിടണോ? ഓസ്ട്രേലിയക്ക് വിടണോ? ഹല്ലേലൂയ കാലിഫോർണിയ വിടണോ? എൻട്രൻസ് എഴുതിപ്പിക്കണം? ഇതൊക്കെയാണോ നമ്മുടെ വിഷയം? ഇതൊക്കെ നമുക്ക് പാക്കേജ് ആണ്. അവന്റെ രാജ്യം അന്വേഷിക്കുന്നവർക്ക് ഇതെല്ലാം ഉണ്ടെന്നേ. ഹല്ലേലൂയ നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലം ഒക്കെ നമ്മളെ പിന്തുടരുമെന്ന് പറഞ്ഞ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചില്ല, പിന്നെ ആരെ അനുഗ്രഹിക്കും? ഹല്ലേലൂയ. നമ്മെ അനുഗ്രഹിച്ചില്ലെങ്കിൽ ഈ ദൈവം ആരെ അനുഗ്രഹിക്കും? അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മാത്രം സൃഷ്ടിക്കപ്പെട്ടവരല്ല നമ്മൾ. അവന്റെ ജീവനാണ് നമ്മളിൽ വ്യാപരിക്കുന്നത്. അവന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നമ്മൾ. അതാണ് ലോക ജാതികളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. അവരെ സൃഷ്ടിച്ച അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും, നമ്മളെ അങ്ങനെയാ. പക്ഷെ അവരിൽ നിന്ന് നമ്മെ വ്യത്യസ്തമാക്കുന്നത് അവന്റെ രക്തം കൊടുത്തു നമ്മളെ മേടിച്ചത് നമ്മൾ അങ്ങ് വിശ്വസിച്ചു. ആ രക്തമാണ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്. അതുകൊണ്ട് ഹല്ലേലൂയ ആ രക്തത്തിന്റെ വില നമ്മുടെ മേൽ നിൽക്കുമ്പോൾ നമുക്ക് ഹല്ലേലൂയ കർത്താവ് പറയുക, എനിക്കൊന്നും അസാധ്യമല്ല, എനിക്ക് സകലതും സാധ്യമാണ്.
ദീനശുശ്രേ, ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. സന്ധ്യ വരെയൊക്കെ കണ്ണുനീര് വരും, പക്ഷെ ഉഷസ് ഉണ്ടല്ലോ, അത് ആനന്ദം കൊണ്ടുവരുന്നതാ. ഒരു പുലരിയുണ്ട്, ഒരു പുലരിയുണ്ട്. യോസഫ് കിടന്നത് കാരാഗ്രഹത്തില, എന്ന പിറ്റേ ദിവസത്തെ പ്രഭാതം അവനെ ആ രാജസ്ഥാനത്ത് ഇരുത്തുമെന്ന് വെച്ച പ്രഭാതത്തില് ഹാലലു ഒരൊറ്റ രാത്രി മതിയായിരുന്നു കർത്താവിന് അവന്റെ ജീവിതം ഷിഫ്റ്റ് ചെയ്യാൻ. ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇട്ടോ, ആ രാത്രിയിൽ അവൻ അവിടെ കിടന്നു, സിംഹത്തിന്റെ വായ അടച്ചു. ഹാലലൂയ. അവിടെ വായിക്കുന്നത് അവൻ ദൈവത്തോടോ മനുഷ്യരോടോ കുറ്റം ചെയ്യാതെ സിംഹക്കുഴിയിൽ കിടക്കുമ്പോൾ അവനൊരു പ്രതീക്ഷയുണ്ട്. അവൻ സേവിക്കുന്ന ദൈവ, ഇസ്രായേലിന്റെ ദൈവ ശത്രുവിന്റെ വായടയ്ക്കുമെന്ന്. ഹാലലൂയ. ഒരൊറ്റ രാത്രിയെ അവനവിടെ കിടക്കേണ്ടി വന്നുള്ളൂ. എന്റെ നിങ്ങളുടെ വിഷയങ്ങൾ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഒരു രാത്രി വെളുത്താ മതി. ഹാലലൂയ. അവൻ ഏത് യാമത്തിലും പ്രവർത്തിക്കും. ഹാലലൂയ. അവന്റെ പ്രവൃത്തിയുടെ സമയം നമുക്കറിയാത്തത് കൊണ്ട് ഇന്ന് നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ദൈവസന്നിധിയിലേക്ക് കൊടുക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഹാലലുയ റിബാലകരസ്തരാധരക. കർത്താവ് ഇന്ന് എന്താണ് നമ്മളോട് പറഞ്ഞത്? എന്റെ വചനത്തിനായിട്ടുള്ള ദാഹം ഈ കാലഘട്ടത്തിൽ നിങ്ങളിൽ അധികം വർദ്ധിക്കണം. ഹാലലുയ. പരിശുദ്ധാത്മാവിനായിട്ടുള്ള ദാഹം ഹാലലുയ നിങ്ങളിൽ വർദ്ധിക്കണം. ഈ ലോകത്തിലുള്ളതിനെ നിങ്ങൾ ഭാരപ്പെട്ട് നിങ്ങളുടെ ആത്മീയതയിൽ നിങ്ങൾ ഹാലലുയ പിന്നോട്ട് അല്ലെങ്കിൽ അങ്ങ് നിരാശയിലേക്ക് പോകരുത്. നമ്മൾ വാഗ്ദത്തങ്ങളെ, ഈ ഭൂമിയിൽ നടക്കുന്ന വാഗ്ദത്തങ്ങളെ മാത്രം നോക്കിയിരിക്കുകയല്ല, ഒരു വലിയ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ് നമ്മൾ. ഇനി ഒരു വാഗ്ദത്തം കൂടെ സ്വർഗം പറഞ്ഞിട്ടുണ്ട്, അതാണ് ആ നിത്യത. ഹല്ലേലൂയ. നമ്മളെ കുറിച്ച് നമുക്കൊരു ബോധ്യം വേണം. എബ്രായ ലേഖന കർത്താവ് പറയുന്നത് പോലെ നാമോ നാശത്തിലേക്ക് പിന്മാറിപ്പോകുന്നവരുടെ കൂട്ടത്തിലല്ല, പിന്നെയോ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാ. നമ്മുടെ പദവി വേറെയാ, നമ്മുടെ പ്രിവിലേജ് വേറെയാ. നമ്മൾ ഒന്നിനാലും കരയരുത്. ഇന്ന് അങ്ങനെ പറയാനാ കർത്താവ് എന്നോട് പറയുന്നത്. എന്റെ ജനത്തോട് പറ ദാഹം വർദ്ധിക്കാൻ, എന്റെ ജനത്തോട് പറ ദൈവവചനത്തോടുള്ള വിശപ്പ് വർദ്ധിക്കാൻ. ഈ വചനം കൊണ്ട് അവരെ ഞാൻ വിടുവിക്കും. ഇത് ഗ്യാരണ്ടിയാ. ഹല്ലേലൂയ. സ്വർഗ്ഗ പിതാവേ, ഹല്ലേലൂയ. ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിലേക്ക് വരുന്നു. ഇന്ന് തന്ന വചനത്തിനായി ഞങ്ങൾ നന്ദി പറയുക. ഹല്ലേലൂയ. ഇതിനകത്ത് കയറി വന്നിരിക്കുന്ന ഹല്ലേലൂയ 60 പേരെ ഏൽപ്പിക്കുന്നു, അവരുടെ കുടുംബങ്ങളെ ഏൽപ്പിക്കുന്നു. പരിശുദ്ധനെ, നിന്റെ കരം ഈ ജനത്തിന്റെ മേൽ ഇറങ്ങണമേ. ഒത്തിരി അഭിഷക്ത ദാസന്മാരുണ്ട്, ശുശ്രൂഷയിലുള്ളവർ ഇതിനകത്തുണ്ട്. കർത്താവേ, അവരുടെ ശുശ്രൂഷയുടെ വിശാലതയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ സൂം മീറ്റിംഗിന്റെ വിശാലതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിശ്വസ്തയോടെ നിൽപ്പാൻ തന്റെ ദാസിയെ സഹായിച്ചല്ലോ. തന്റെ ജീവിതത്തിൽ എന്തെല്ലാം വിഷയങ്ങളാണോ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നത്, ആ വിഷയത്തിന്റെ മേലൊക്കെയും സ്വർഗം നീക്കുപോക്ക് കൊടുച്ച് വിടുവിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ദൈവാത്മാവ് വീനസിസ്റ്ററോട് പറയുക, അല്പകാലത്തേക്ക് ഞാൻ നിന്നെ മറന്നു എന്ന് നിനക്ക് തോന്നുന്നുവെങ്കിൽ പൂർണ്ണ ദയോടെ ഞാൻ നിന്നെ ചേർക്കുന്ന നാളുകളാണ്. ഈ വചനത്തിന്റെ ശക്തി തന്റെ കുടുംബത്തിനകത്ത് ഇറങ്ങട്ടെ, തന്റെ മുഖത്തെ ആദരിക്കട്ടെ. ഈ കൂടി വന്ന എല്ലാ സഹോദരി സഹോദരന്മാരെ ഞാൻ പിതാപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മുദ്രയിടുകയാ, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. 2026 ഇവർക്ക് അനുഗ്രഹത്തിന്റെ വർഷമാകട്ടെ. കർത്താവെ, പൈശാചിക മേഖല വെല്ലുവിളിച്ച് നിൽക്കുന്ന ഇവരുടെ കുടുംബത്തിന്റെ സമാധാനത്തെ കെടുത്തുന്ന വിഷയങ്ങളെ ജയമെടുക്കുക. ഒരു അസാധാരണ ദൈവകൃപ, ഒരു ഫേവർ വെളിപ്പെടുന്ന നാളുകളായി ഈ നാളുകൾ മാറട്ടെ. ഈ ജനുവരി മാസത്തിലോ ഇന്നു മുതൽ ഒരു പുത്തൻ അഭിഷേകം, പുത്തൻ ഹല്ലേലൂയ ഉണർവ് ഈ ജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മക്കളെ ചൊല്ലി കരയുന്നവരുടെ കണ്ണുനീർ മാറട്ടെ. ഓ യേശുവിന്റെ നാമത്തിൽ ആ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ആ തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ. അവർ ക്രിസ്തുവിൽ അനുഗ്രഹമായി മാറട്ടെ. ഞങ്ങളെല്ലാം പൂർണ്ണമായി ഏൽപ്പിക്കുക. രോഗത്താൽ ഭാരപ്പെടുന്നവരെ എൻ്റെ അപ്പന്റെ കരം ഇപ്പോൾ തൊടണമേ. ഹല്ലേലൂയ. അങ്ങേ തൊട്ടവരും അങ്ങ് തൊട്ടവരും സൗഖ്യമായെങ്കിൽ ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, നീ ചിലരെ തൊടണമേ, നീ അവരെ സൗഖ്യമാക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ കൽപ്പിക്കുകയാണ്, രോഗാത്മാവേ, നീ തന്റെ ജനത്തെ വിട്ടുമാറുക. പൂർണ്ണ സൗഖ്യത്തെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പായെ, മനസ്സ് തകർന്നിരിക്കുന്നവരെ യേശുവിന്റെ നാമത്തിലുള്ള സൗഖ്യത്തെ റിലീസ് ചെയ്യുന്നു. എല്ലാ ഭാരവും മാറട്ടെ. ദാവീദ് പറയുന്നത് പോലെ ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നു. എൻ്റെ ഈ സഹോദരങ്ങളുടെ ഹല്ലേലൂയ ഭാരം അനുഭവിക്കുന്നവരുടെ അവരുടെ എല്ലാ ഭയവും മാറി, ഭാവിയെ കുറിച്ചുള്ള മക്കളെ കുറിച്ചുള്ള ഭയം മാറി സ്വസ്ഥത വെളിപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് അല്പസമയമായിരിക്കാൻ ദൈവം സഹായിച്ചല്ലോ. ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. എല്ലാ മഹത്വം അപ്പയ്ക്ക് അർപ്പിക്കുന്നു. കർത്താവേ, നീ സഹായത്തിനായ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ
ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവ് ഇതേ പറഞ്ഞുള്ളൂ. ഹല്ലേലൂയ. നിങ്ങളുടെ ദാഹം വചനത്തിനോടുള്ള ആ വലിയ വിശപ്പ് വർദ്ധിക്കണം. ഹല്ലേലൂയ. ദാഹം ഈ ലോകത്തിൽ ഒന്നിനെ കുറിച്ചുമല്ല, ആത്മാവിന് വേണ്ടി അധികം നിങ്ങൾ ദാഹിക്കണം. ഹല്ലേലൂയ. ഇത് രണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുമ്പോൾ നിങ്ങളോടുള്ള വാഗ്ദത്തങ്ങൾ അപ്പ അത് ചെയ്യും. അവൻ വിശ്വസ്തന. കർത്താവ് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അത് ഉവ്വേ എന്ന് തന്നെയാണ്. പക്ഷെങ്കിൽ കാലേബിനെ പോലെ 40-ാം വയസ്സിൽ കേട്ട ആ വാഗ്ദത്തത്തെ 45 വർഷം കഴിഞ്ഞ് ചെന്ന് നിന്ന് മേടിക്കത്തക്കവണ്ണം ഒരു വിശ്വാസത്തിന്റെ തലം എന്നിലും നിങ്ങളിലും ഉണ്ടാകണമെന്ന് ഇന്ന് പകലും കർത്താവ് ആഗ്രഹിക്കുക. എനിക്ക് എന്റെ വാഗ്ദത്തം താ എന്ന്, ഹല്ലേലൂയ, ഹെബ്രോൻ മല എനിക്ക് വിട്ടുതരുക എന്ന് പറഞ്ഞതുപോലെ, എനിക്ക് അന്നത്തെ ആരോഗ്യം ഇന്നുണ്ടെന്ന് പറയുന്നത് പോലെ ആത്മീയ തലത്തിൽ മാനസിക, ശാരീരിക, പ്രാണ, ഹല്ലേലൂയ, എല്ലാ മേഖലകളിലും ഹല്ലേലൂയ ക്രിസ്തുവിന്റെ ശക്തി ഹല്ലേലൂയ നമ്മളിൽ ഉണ്ടാകട്ടെ എന്ന് ഈ പകൽ ഹല്ലേലൂയ ആഗ്രഹിക്കുന്നു. അങ്ങനെ സംഭവിക്കട്ടെ. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ഇങ്ങനൊരു അവസരം തന്ന ദൈവദാസയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും ഹല്ലേലൂയ നല്ലൊരു വർഷം ആശംസിക്കുന്നു. ആമേൻ. താങ്ക് യു.